ഇതാണ് നമ്മുടെ ടൈപ്പ് നമ്പർ 2 ക്വസ്റ്റ്യൻസ് കേട്ടോ, ടൈപ്പ് നമ്പർ 2. ഓക്കെ, ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് വിച്ച് ഫിഗർ ക്യാൻ ബി ഫോംഡ് ബൈ ഫോൾഡിങ് ദ ഫിഗർ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടോ. ടൈപ്പ് നമ്പർ 2 ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഫിഗറിന് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്യൂബായി മാറും. അങ്ങനെയെങ്കിൽ ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുന്ന ക്യൂബ് ഏതാണെന്ന് ചോദ്യം. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ക്യൂബ് ഉണ്ടായിരുന്നു, അയാളെ വെട്ടി മുറിച്ച് നിവർത്തി വെച്ചു. തിരിച്ചത് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്ന ക്യൂബ് ഈ ഓപ്ഷൻ ആരാണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ ടൈപ്പ് നമ്പർ 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഫിഗർ തരും. ഓക്കെ, ഫിഗർ മനസ്സിലായോ? അതായത് ഒരു ക്യൂബിനെ വെട്ടിക്കീറി നിവർത്തി ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുവാണ്. തിരിച്ച് മടക്കി വെക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്ന ക്യൂബ് ഏതാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഫിഗർ കിട്ടിയാലും നമ്മൾ എന്താ ആക്ച്വലി കണ്ടുപിടിച്ചാൽ നമ്മൾ ഇവിടുന്ന് എല്ലാ ഓപ്പോസിറ്റ് ഫേസുകളും നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് 2 വരുന്ന ഒരു കുറച്ച് ടൈപ്പ് ഫിഗേഴ്സ് ആക്ച്വലി ഉണ്ട്. എല്ലാ ഫിഗേഴ്സും വ്യക്തമായിട്ട് പഠിക്കുക, കാര്യം വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസ് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഈ മുകളിലുള്ള എയുടെ ഓപ്പോസിറ്റ് ഡി ആയിരിക്കും. അതുപോലെ ഇവിടുത്തെ ബിയുടെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും ഇ ആയിരിക്കും. പിന്നെ രണ്ട് കൈകളായിട്ടിരിക്കുന്ന എന്നും ഓയും ഓപ്പോസിറ്റ് ആയിരിക്കും. പേടിയല്ലേ, എയുടെ ഓപ്പോസിറ്റ് ഫേസ് ഉറപ്പായിട്ടും ഡി ആയിരിക്കും. അതുപോലെ ബിയുടെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും ഇവിടെ ഇ ആയിരിക്കും. ഓക്കെ, അതുപോലെ രണ്ട് കൈകളായിട്ടിരിക്കുന്ന എന്നും ഓയും രണ്ട് സൈഡിൽ ഇരിക്കുന്ന എന്നും ഓയും എന്താണ് ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഫിഗർ ക്ലിയർ ആണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടിൽ നമുക്ക് പറയാൻ സാധിക്കും ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസുകൾ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ഫേസ് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. കാര്യം എന്താണ് നമുക്കറിയാം, ഓപ്പോസിറ്റ് ഫേസുകൾ ഒരു കാരണവശാലും, നമ്മൾ നേരത്തെ കുറച്ച് നേരം കൊണ്ട് പറഞ്ഞല്ലോ, ഓപ്പോസിറ്റ് ഫേസുകൾ ഒരു കാരണവശാലും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരാൻ പാടില്ല. അങ്ങനെ നമുക്ക് ഓപ്ഷൻ 1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ട്? എയും കണ്ടോ, ഇവിടെ എയും ഡിയും കിടക്കുന്നു അല്ലേ. നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചു ആക്ച്വലി എയും ഡിയും ആരാണ് അവർ ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഒരു കാരണവശാലും അവർ അടുത്തടുത്ത് വരാൻ പാടില്ല, അല്ലെങ്കിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരാൻ പാടില്ല. അത് കാരണം ഓപ്ഷൻ 1 നമുക്ക് ഒഴിവാക്കാം. ഓപ്ഷൻ 2 എടുക്കാം, എ ബി ഒ. ഓക്കെ, അപ്പോൾ അവിടെ എ ഉണ്ട്, ബി ഉണ്ട്, ഒ ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കി എ ബി ഒ കണ്ടോ, ഈ 3 ആൾക്കാരും കണ്ടോ, എ ബിയും ഒയും തമ്മിൽ അവർ ഓപ്പോസിറ്റ് ഫേസുകളല്ല അല്ലേ. എയും ബി ഒയും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല. അത് കാരണം അവർക്ക് ഉറപ്പായിട്ടും അടുത്തടുത്ത് ഇരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഓപ്ഷൻ 2 ആയിരിക്കും നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് ബാക്കിയുള്ള ദിവസം കമ്പയർ ചെയ്യാം. ഓക്കെ, അടുത്തതിനകത്ത് എൻ ബി ഒ അല്ലേ. ഇവിടെ കണ്ടോ എന്നും ഓയും ആക്ച്വലി ആരാണ്? ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ പാടില്ല. 3 ഒഴിവാക്കാം. ഓപ്ഷൻ 4 എടുത്തേ. ഓപ്ഷൻ 4 ബിയും ഇ ബിയും ഇയും ഉണ്ട്. ഒരു കാരണവശാലും ബിയും ഇ അടുത്തടുത്ത് വരാൻ പാടില്ല. കാര്യം ബിയും ഇയും എന്നാണ് ഓപ്പോസിറ്റ് ഫേസ് ആണല്ലേ, ഓപ്പോസിറ്റ് ഫേസ് ആണ്. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? ഉറപ്പായിട്ടും ഓപ്ഷൻ 2 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്ര നമ്മുടെ ടൈപ്പ് 2 ആദ്യത്തെ ഫിഗർ ഇതാണ്. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫിഗർ കിട്ടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും എല്ലാ ഓപ്പോസിറ്റ് ഫേസുകളും കണ്ടുപിടിക്കാം കേട്ടോ. ഇതും കണ്ടോ, വെറും 5 സെക്കൻഡ്സ് മതി. ആ ഒരു പക്ക ഒരു ഐഡിയ കിട്ടിയ വെറും 5 സെക്കൻഡ്സ് ഇവിടെയും മതി കേട്ടോ. ക്യൂബ്സ് ആൻഡ് റൈസ് അത്ര എളുപ്പമാണ്. സെറ്റ് അല്ലേ? ഓക്കെ, ഫിഗർ ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, ഒന്നുകൂടെ ക്ലിയർ ആണെന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, ഇത് 1 2 3 4 പേരുണ്ടോ. വെർട്ടിക്കലി 4 പേരുണ്ട്. ഓക്കെ, പിന്നീട് തൽക്കാലം ഒരാൾ ഇവിടെ വയ്ക്കുന്നു കേട്ടോ. ഇയാൾ 5, ഇവിടെ 6. ഓക്കെ, 6 വെച്ചു. പിന്നെ 2 കൈകളായിട്ടുണ്ട്, 2 പേരുണ്ട്, 5 6 ഉണ്ടല്ലേ. അപ്പോൾ ഈ ഫിഗർ ആക്ച്വലി ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചെറിയ വ്യത്യസ്തമായ ഫിഗറാണ് അല്ലേ. കാര്യം ആ എന്നിൻ്റെ ഓയുടെ സ്ഥാനത്ത് ആൾക്കാർ മുകളിൽ നാട്ടൊക്കെ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഈ ഫിഗറിനകത്ത് 2 കൈകളായിട്ടിരിക്കുന്ന ആൾക്കാർ എന്നും ഓയും ഉണ്ടല്ലോ, ആ 2 ആൾക്കാർ, ഈ 2 സ്ക്വയർ ഫേസുകൾ അവരെ പോർഷൻസ് മുകളിലോട്ടും താഴോട്ടൊക്കെ പോയാലും സെയിം എഫക്റ്റ് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. 1ൻ്റെ ഓപ്പോസിറ്റ് 3 ആയിരിക്കും, 2ൻ്റെ ഓപ്പോസിറ്റ് 4 ആയിരിക്കും. പിന്നെ 2 കൈകളായിട്ടിരിക്കുന്ന 5ഉം 6ഉം കൂടെ ഓപ്പോസിറ്റ് ഉണ്ടോ. 1ൻ്റെ ഓപ്പോസിറ്റ് 3, 2ൻ്റെ ഓപ്പോസിറ്റ് 4. ഉറപ്പായിട്ട് 2 കൈകളായിട്ടിരിക്കുന്ന 5 കണ്ടോ, 5ഉം 6, 2 കൈകളായിട്ടിരിക്കുന്ന 5ഉം 6 കണ്ടോ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ അവർ കൈകളായിട്ടിരിക്കുന്ന 2 ഫേസ് ഇല്ലേ, അവരെ പോർഷൻ മുകളിലോട്ടും താഴോട്ടൊക്കെ പോയാലും സെയിം എഫക്റ്റ് തന്നെ കേട്ടോ. ഫിഗർ മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഓപ്പോസിറ്റ് ഫേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഓപ്പോസിറ്റ് ഫേസ് ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ആയിട്ട് വരത്തില്ല. അത് വെച്ച് നമ്മൾ ഓപ്ഷൻസ് കമ്പയർ ചെയ്ത് നേരെ ആൻസറിലേക്ക് എത്തുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫിഗർ പക്കയായിട്ട് വയ്ക്കുക, ഫിഗർ വരച്ചെന്നെ പഠിക്കുക. ഒരു പ്രാവശ്യം പഠിച്ചാൽ പിന്നെ നിങ്ങൾ മറക്കത്തില്ല. അത്രയ്ക്ക് എളുപ്പമുള്ള ടോപ്പിക്കാണ്. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ.
ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് വിച്ച് ഫിഗർ ക്യാൻ ബി ഫോംഡ് ബൈ ഫോൾഡിങ് ദ ഫിഗർ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ക്യാൻ ബി കേട്ടോ, ക്യാൻ ബി ഫോംഡ് ആണ്, ക്യാൻ ബി ഫോംഡ് കേട്ടോ, ക്യാൻ ബി ഫോംഡ്. ചിലപ്പോൾ മേ ബി ചോദിക്കാം കനോട്ട് ബി കേട്ടോ, അങ്ങനെ ചോദിക്കാം, കനോട്ട് ബി ഫോംഡ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ക്വസ്റ്റ്യൻ പക്കയായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം വിച്ച് ഫിഗർ കനോട്ട് ബി ഫോംഡ് ചോദിക്കാം. ഇവിടെ ചോദ്യം എന്താണ്? ക്യാൻ ബി ഫോംഡ് കേട്ടോ, ക്യാൻ ബി ഫോംഡ് ആണ്. നമ്മൾ എന്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും കണ്ടോ, നമ്മൾ എല്ലാ ഓപ്പോസിറ്റ് അല്ലേ, എല്ലാ ഓപ്പോസിറ്റ് ഫേസുകളും കണ്ടുപിടിക്കും, ഓപ്പോസിറ്റ് ഫേസുകൾ കണ്ടുപിടിക്കും. അതായത് ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസ് ആരൊക്കെയാണ്? ഇവിടെ ഓപ്പോസിറ്റ് ഫേസ് 6ഉം 4ഉം ഓപ്പോസിറ്റ് ആണ്. ഇവിടെയുള്ള 3ഉം 5ഉം ഓപ്പോസിറ്റ് ആണ്. പിന്നെ രണ്ട് സൈഡിൽ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് കൈകൾ പോയിട്ടിരിക്കുന്ന 1ഉം 2ഉം ഓപ്പോസിറ്റ് അല്ലേ. ഇവിടെ എന്താണ്? 6ഉം 4ഉം ഓപ്പോസിറ്റ് ആണ്, 3ഉം 5ഉം ഓപ്പോസിറ്റ് ആണ്, പിന്നെ 1ഉം 2ഉം ഓപ്പോസിറ്റ് ആണ് അല്ലേ, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുക. ഓപ്ഷൻ 1 കമ്പയർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ 6ഉം 4ഉം ഉണ്ട്, 6ഉം 4ഉം ഉണ്ട്. നമുക്കറിയാം 6ഉം 4ഉം ആക്ച്വലി എന്താണ്? ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഒരു കാരണവശാലും അഡ്ജസ്റ്റ്മെന്റ് വരാൻ പാടില്ല. ഓപ്ഷൻ 1 ഒഴിവാക്കാം. ഓപ്ഷൻ 2 എടുക്കത്തെ. ഓപ്ഷൻ 2 എടുക്കുമ്പോൾ കണ്ടോ 3ഉം 5ഉം ഉണ്ട് അല്ലേ. 3ഉം 5ഉം ആക്ച്വലി ആരാണ്? ഓപ്പോസിറ്റ് ഫേസ് ആണ് അല്ലേ. ഒരു കാരണവശാലും അഡ്ജസ്റ്റ്മെന്റ് വരാൻ പാടില്ല. 2 ഒഴിവാക്കാം. ഓപ്ഷൻ 3 എടുക്കാം. 3 എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഓക്കെ 1 3 അല്ല 1 3. ഓക്കെ 1 3 4 കുഴപ്പമില്ല അല്ലേ. 1 3 4 അല്ലേ. ഈ 3 ആൾക്കാരും കണ്ടോ 1 3 4, ഈ 3 ആൾക്കാരും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല അല്ലേ. അത് കാരണം ഇവർക്ക് ഉറപ്പായിട്ടും അടുത്തടുത്ത് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഉറപ്പായിട്ടും ഓപ്ഷൻ 3 കുഞ്ഞുങ്ങൾ, ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ 4 നോക്കി. ഓപ്ഷൻ ജസ്റ്റ് കമ്പയർ ചെയ്യുക. ഓപ്ഷൻ 4 ഉണ്ടോ 2ഉം 1ഉം ആക്ച്വലി ആരാണ്? ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഒരു കാരണവശാലും അഡ്ജസ്റ്റ്മെന്റ് വരാൻ പാടില്ല. ഓപ്ഷൻ 4 ഒഴിവാക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. കണ്ടോ വളരെ സിമ്പിളാണ്. നമുക്ക് സെറ്റാന്ന് കയറും കേട്ടോ, വളരെ സിമ്പിൾ അല്ലേ. കുഴപ്പമൊന്നുമില്ല, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14 കണ്ടോ, ക്വസ്റ്റ്യൻ കണ്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യൂബ് ഇൻ ദ ആൻസർ ഫിഗർ കനോട്ട് ബി കണ്ടോ, കനോട്ട് ബി മെയ്ഡ് ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, കനോട്ട് ബി മെയ്ഡ് കണ്ടോ, കനോട്ട് ബി മെയ്ഡ് ആണ്. ക്യാൻ ബി മെയ്ഡ് അല്ല, കനോട്ട് ബി മെയ്ഡ് അല്ലേ. അപ്പോൾ സെൻറ്റൻസ് പക്കയായിട്ട് വായിച്ച ശേഷം ഉത്തരത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഫിഗറിൽ നിന്ന് കറക്റ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കാത്ത ക്യൂബ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസ് അല്ലേ, ഓപ്പോസിറ്റ് ഫേസ് എഴുതാം. ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസ് ആരൊക്കെ ആയിരിക്കും? ഇവിടെ ആക്ച്വലി എന്താണ്? സിമ്പിൾസ് ആണല്ലേ, ഓരോ ഷേപ്സ് ഒക്കെ ഇവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, ഉറപ്പായിട്ടും ഈ സ്ക്വയറുള്ള ഫേസും ഈ ഹാഷും ഓപ്പോസിറ്റ് ഫേസ് ആണ്. പിന്നെ ഈ ഇൻറ്റു ഉള്ള ആളും ഈ സ്റ്റാർ ഉള്ള ഫേസും ഓപ്പോസിറ്റ് ഫേസ് ആണ്. പിന്നെ രണ്ട് കൈകളിട്ടിരുന്ന സർക്കിളും ഈ ഒരു 5 ഡോട്ട്സും അല്ലേ, അല്ല 5 ചെറിയ സർക്കിളും ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ഫേസ് ആരൊക്കെയാണ്? ആ ഒരു സ്ക്വയർ അല്ലേ, സ്ക്വയറുള്ള ആ ഒരു സ്ക്വയർ ഫേസും അതുപോലെ ഹാഷും ഉള്ള ഫേസും ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഓക്കെ, പിന്നെ ഇൻറ്റുവും ഓക്കെ സ്റ്റാർ ഉള്ള ഫേസും ഓപ്പോസിറ്റ് ഫേസ് ആണ്. പിന്നീട് സർക്കിളും പിന്നെ ആരാണ്? ആ 5 ചെറിയ ഡോട്ട്സും അല്ലേ, ചെറിയ സർക്കിൾസുമുള്ള ആ ഒരു ഫേസും ഓപ്പോസിറ്റ് ഫേസ് ആണല്ലേ. അപ്പോൾ നമ്മൾ കേട്ടോ, നിങ്ങൾ പറ്റുമെങ്കിൽ കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഡീലർ എഴുതുന്നുണ്ടോ, ആൾക്കാരെല്ലാം പ്രത്യേകം ഡീലർ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു ഫിഗർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറ്റുമെങ്കിൽ അനാവശ്യമായിട്ട് എഴുതി സമയം കളയാതെ മാക്സിമം മനസ്സിലിട്ട് കേട്ടോ ചെയ്യാൻ ശ്രമിക്കുക. എത്ര പേന ഒഴിവാക്കാം അത്രയും സമയം നമുക്ക് ലാഭം കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പോൾ ഓപ്പോസിറ്റ് ഫേസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ 1 കമ്പയർ ചെയ്യാം. ഓപ്ഷൻ 1 കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ, ഓപ്ഷൻ 1 കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഒരു സ്ക്വയർ അല്ലേ. ഇപ്പോൾ സ്റ്റാർ സർക്കിള് സ്ക്വയർ അല്ലേ. ഓക്കെ, സ്റ്റാർ സർക്കിള് സ്ക്വയർ കണ്ടോ. ഈ 3 ആൾക്കാരും ആക്ച്വലി തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല അല്ലേ. അത് കാരണം ഇവർക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ 3 ഗ്രൂപ്പിലാണ് അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ 3 ആൾക്കാരും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസ് അല്ലാത്ത കാരണം അവർക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാം, അടുത്തടുത്തിരിക്കാമല്ലോ. അങ്ങനെയെങ്കിൽ ആക്ച്വലി ഈ ക്യൂബ് 1 അല്ലേ, അല്ലെങ്കിൽ ഓപ്ഷൻ 1 ആക്ച്വലി എന്താണ്? നമുക്ക് കറക്റ്റായിട്ട് വരുന്ന ക്യൂബാണ് അല്ലേ, കറക്റ്റായിട്ട് ക്യൂബാണ്. പക്ഷെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കുഞ്ഞാളെ കനോട്ട് ബി മെയ്ഡ് ആണ്, ക്യാൻ ബി മെയ്ഡ് അല്ല. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഓപ്ഷൻ 1 എടുക്കാൻ പറ്റത്തില്ല അല്ലേ. കറക്റ്റായിട്ട് ക്യൂബ് ആയത് കാരണം നമുക്ക് ഓപ്ഷൻ 1 എടുക്കാൻ പറ്റത്തില്ല. 2 നോക്കാം. അവിടെ ആരുണ്ട്? സർക്കിള് സ്റ്റാർ ഹാഷ് അല്ലേ. ഓക്കെ, സർക്കിള് സ്റ്റാർ ഹാഷ്. അവിടെ നോക്കി, ഈ 3 ആൾക്കാർ ആക്ച്വലി എന്താണ്? തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല, അല്ലെങ്കിൽ 3 ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അങ്ങനെ ഉറപ്പായിട്ടും ഓപ്ഷൻ 2 അല്ലേ, ഈ കറക്റ്റ് ക്യൂബാണ്. പക്ഷെ ഉത്തരം അതല്ല. കാര്യം എന്താണ്? ചോദ്യം കനോട്ട് ബി മെയ്ഡ് ആണ്. ഓപ്ഷൻ 3 എടുക്കാം. ഇൻറ്റു സ്റ്റാർ സ്ക്വയർ അല്ലേ. അപ്പം ഇൻറ്റും സ്റ്റാറും കണ്ടോ, ഇൻറ്റും സ്റ്റാർ ആക്ച്വലി ആരാണ്? തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളാണ്. ഒരു കാരണവശാലും അഡ്ജസ്റ്റ്മെന്റ് വരാൻ പാടില്ല. അങ്ങനെയെങ്കിൽ
ഈ ഓപ്ഷൻ 3 കറക്റ്റ് ആയിട്ട് ക്യൂബ് അല്ല, നമ്മുടെ ഉത്തരം എന്തായാലും ഓപ്ഷൻ 3 വരും, ഓപ്ഷൻ 3 വരും. കണ്ടോ, ചോദ്യം കനോട്ട് ബി, കുഞ്ഞുങ്ങൾ കനോട്ട് ബി മെയ്ഡ് ആണ്. ഓക്കെ, ഓപ്ഷൻ 4 ജസ്റ്റ് കമ്പയർ ചെയ്യാം. നോക്കി, സ്റ്റാർ 5 ചെറിയ സർക്കിൾ ഹാഷ് അല്ലേ. നോക്കി, സ്റ്റാർ ഹാഷ് 5 സർക്കിളോ, 5 ചെറിയ സർക്കിൾ. അപ്പോൾ ഈ 3 ആൾക്കാരും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല. അത് കാരണം അവർക്ക് ഉറപ്പായിട്ടും അഡ്ജസ്റ്റ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ക്യൂബാണ് അല്ലേ. അപ്പോൾ ആക്ച്വലി ഓപ്ഷൻ 4ഉം എന്താണ് കറക്റ്റ് ക്യൂബാണ്, പക്ഷേ ഉത്തരം ഓപ്ഷൻ 4 അല്ല. കാര്യം ചോദ്യം എന്താണ്, കനോട്ട് ബി മെയ്ഡ് ആണോ. സെറ്റല്ലേ, സംശയമൊന്നുമില്ല, മുന്നോട്ട് പോകാം. കാര്യം വളരെ എളുപ്പമാണ്. ഫിഗർ എല്ലാം പക്കയായിട്ട് മനസ്സിലാക്കുക. ആ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ക്യാൻ ബി മെയ്ഡ് ആണോ കനോട്ട് ബി മെയ്ഡ് ആണോ കാര്യം മാത്രം പ്രത്യേകം വായിച്ച് നോക്കുക. ഓക്കെ, ശരി കുട്ടികളെ, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് വിച്ച് ആൻസർ ഫിഗർ ക്യാൻ ബി ഫോംഡ് ബൈ ഫോൾഡിംഗ് ദ ഫിഗർ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഫിഗർ ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുന്ന ക്യൂബ്, അതാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ എല്ലാ ഓപ്പോസിറ്റ് ഫേസിലും കണ്ടുപിടിക്കണം അല്ലേ. ഓപ്പോസിറ്റ് ഫേസിൽ ഇവിടെയും കണ്ടുപിടിക്കണം, സംശയമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്, ഇവിടെ 2 ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക് ആൾക്കാരുണ്ട്, 2 വൈറ്റ് സർഫസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസ് ആരൊക്കെ ആയിരിക്കും, ഈ 2 വൈറ്റ് ഫേസുകൾ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അതുപോലെ ഈ എ ഉള്ള സ്ക്വയർ ഫേസും ഈ ബ്ലാക്ക് ഇവിടെ ഈ റൈറ്റ് എൻഡിലുള്ള ഈ ബ്ലാക്ക് സ്ക്വയർ ഫേസും ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. പിന്നെ 2 കൈകളായിട്ടിരിക്കുന്ന അല്ലെ, 2 സൈഡിൽ ഇരിക്കുന്ന ഈ ഡയഗണലുള്ള സ്ക്വയർ ഫേസും ഈ താഴെയുള്ള ബ്ലാക്ക് ഫേസും ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും അല്ലേ. അതായത് 2 വൈറ്റ് ഫേസുകൾ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, പിന്നീട് എ ഉള്ള ഒരു സ്ക്വയർ ഫേസും ആ റൈറ്റ് എൻഡ് കുഞ്ഞുങ്ങളെ റൈറ്റ് എൻഡിലുള്ള ഈ ബ്ലാക്ക് ഫേസും ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഓക്കെ, അതുപോലെ ഏറ്റവും മുകളിലുള്ള ആ ഡയഗണൽസ് ഉള്ള ആ ഒരു സ്ക്വയർ ഫേസും അതുപോലെ ഏറ്റവും താഴെ കാണുന്ന ഈ ബ്ലാക്ക് ഫേസും എന്താണ്, ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഓക്കെ, നമ്മൾക്ക് എല്ലാ ഓപ്പോസിറ്റ് ഫേസും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ കാണുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ, ആരൊക്കെയാണ് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലം ഇതിനകത്ത് നമ്പേഴ്സ് കൊടുക്കുക. ഓക്കെ, തൽക്കാലം ഒരു നമ്പേഴ്സ് കൊടുക്കുക. ഇയാൾക്ക് നമുക്ക് 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇയാൾ 2 എന്ന് കൊടുക്കാം, ഇയാൾ 3 എന്ന് കൊടുക്കാം, ഇയാൾ 4, ഇയാൾ 5, ഓക്കെ, ഇയാൾ 6 എന്ന് കൊടുക്കും. ഇങ്ങനെ കൊടുത്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് 1, 3 കേട്ടോ, 1, 3 ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അടുത്ത എ ഉള്ള സ്ക്വയർ ഫേസ് നമ്പർ 2 ആണ് അല്ലേ. ആ റൈറ്റ് എൻഡിൽ കാണുന്ന ബ്ലാക്ക് ഫേസ് നമ്പർ 4, 2ന് ഓപ്പോസിറ്റ് 4 ആണ്. പിന്നെ ആ ഡയഗണൽ സ്ക്വയർ ഫേസ് നമ്പർ 5 ആണ്. താഴെ കാണുന്ന ബ്ലാക്ക് ഫേസ് നമ്പർ 6. ഒക്കെ ഇങ്ങനെ തൽക്കാലം കൊടുത്തു. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ നമ്പേഴ്സ് കൊടുത്താൽ കുറച്ച് എളുപ്പം ചെയ്യാൻ പറ്റും. ആദ്യം പറഞ്ഞാൽ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇങ്ങനെ എഴുതേണ്ട ആരും വരത്തില്ല, നോക്കി തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തൽക്കാലം നമ്പേഴ്സ് കൊടുക്കുക, അത് വെച്ച് കുറച്ച് പ്രാക്ടീസ് ചെയ്യുക, പിന്നീട് അനാവശ്യ എഴുത്തൊക്കെ ഒഴിവാക്കി പറ്റുമെങ്കിൽ നോക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നോക്കി, ഇപ്പോൾ നമ്മൾ തൽക്കാലം നമ്പേഴ്സ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1, ഓക്കെ, ഓപ്ഷൻ 1 എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എ ഉള്ള സ്ക്വയർ ഫേസ് നമ്പർ ആക്ച്വലി ആരാണ്, അതായത് നമ്പർ 2 അല്ലേ. തൽക്കാലം ഇവിടെ നമ്പർ 2, ഓക്കെ, നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, പിന്നീട് ഇവിടെ 2 ബ്ലാക്ക് ഫേസുകളുണ്ട് അല്ലേ. ഉറപ്പായിട്ടും ഒരാൾ നമ്പർ 4 ആയിരിക്കും, ഒരാൾ നമ്പർ 6 അല്ലേ. 4ഉം 6 ആകെ 2 ബ്ലാക്ക് ഫേസേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരാൾ 4ഉം ഒരാൾ 6ഉം വരും. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു ആക്ച്വലി 2ന്റെ ഓപ്പോസിറ്റ് ആരാണ്, 4 ആണ് അല്ലേ. അത് എ ഉള്ള സ്ക്വയർ ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഈ നമ്പർ 4 ആയിട്ടുള്ള ബ്ലാക്ക് ഫേസ് ആണ് അല്ലേ. അങ്ങനെങ്കിൽ ഒരു കാരണവശാലും ഇവർ തമ്മിൽ എന്താണ്, ഓപ്പോസിറ്റ് ഫേസുകൾ വരാൻ പാടില്ല അല്ലേ. സോറി ഇവർ തമ്മിൽ എന്താണ്, ക്ഷമിക്കുക, 4ഉം 2ഉം എന്താണ് ആക്ച്വലി ഓപ്പോസിറ്റ് ഫേസുകളാണ്. ഒരു കാരണവശാലും അവർ അഡ്ജസ്റ്റൻ്റ് വരാൻ പാടില്ല. അത് നമുക്ക് ഓപ്ഷൻ അല്ലേ, ഉറപ്പായിട്ട് ഓപ്ഷൻ 1 ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ, മനസ്സിലായോ കാര്യം. 4ഉം 2ഉം ഓപ്പോസിറ്റ് ഫേസ്, ഒരു കാരണം അടുത്തടുത്ത് വരാൻ പാടില്ല. 2 എടുക്കാം, എ ഉള്ള സ്ക്വയർ ഫേസ് ആരാണ്, നമ്പർ 2 തൽക്കാലം നമ്പർ 2 എന്ന് കൊടുത്തു. 2 എന്ന് കൊടുത്തു. പിന്നീട് ഡയഗണൽ സ്ക്വയർ ഫേസ് നമ്പർ 5 അല്ലേ. ഓക്കെ, ഇത് നമ്പർ 5, കുഞ്ഞുങ്ങൾ നമ്പർ 5 എന്ന് കൊടുത്തു. ഓക്കെ, നമ്പർ 5 എന്ന് കൊടുത്തു. ഓക്കെ, പിന്നീട് ഒരു ഇവിടെ മുകളിലൊരു ബ്ലാക്ക് ഫേസ് ഉണ്ടല്ലേ, അത് ആർക്കാകാം, ഒന്നെങ്കിൽ 4 ആകാം അല്ലെങ്കിൽ 6 ആകാം അല്ലേ. ഒന്നെങ്കിൽ 4 ആകാം അല്ലെങ്കിൽ 6 ആകാം. ആര് വരും നോക്കിക്കേ, നമുക്കറിയാം 2ന്റെ ഓപ്പോസിറ്റ് 4 അല്ലേ. ഒരു കാരണവശാലും ഇവിടെ 4 വരാൻ പാടില്ല. അപ്പം 4 വരാൻ പാടില്ല, 2ന്റെ ഓപ്പോസിറ്റ് 4 ആണ്. അപ്പം 4 ഒരു കാരണവശാലും എയുടെ ഓപ്പോസിറ്റ് വരാൻ പാടില്ല, അല്ലെങ്കിൽ എ ഉള്ള സ്ക്വയർ ഫേസിന് അടുത്ത് വരാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് ബാക്കി മിച്ചത് 6 അല്ല, ഉറപ്പായിട്ട് 6 ആയിരിക്കും അല്ലേ. എന്നാൽ ഈ 5ഉം 6ഉം എന്താണ്, ഓപ്പോസിറ്റ് ഫേസ് ആണ് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 2 ഒഴിവാക്കാൻ പറ്റും. കാര്യം 6ഉം 5ഉം ആക്ച്വലി ആരാണ്, ഓപ്പോസിറ്റ് ഫേസ് ആണ്, അഡ്ജസ്റ്റൻ്റ് വരാൻ പാടില്ല. മനസ്സിലായില്ലേ. നമ്പേഴ്സ് കൊടുത്തപ്പോൾ നോക്കുക, നമ്പേഴ്സ് കൊടുത്തപ്പോൾ എ ഉള്ള സ്ക്വയർ ഫേസ് നമ്പർ 2 ആണ്.
പിന്നെ ആ ഡയഗണൽ സ്ക്വയർ ഫേസ് നമ്പർ 5 ആണ്. ഓക്കെ, 2ഉം 5ഉം കൊടുത്തു. പിന്നീട് ഒരു ബ്ലാക്ക് ഫേസ് ഉണ്ട്. ഒരു ബ്ലാക്ക് ഫേസ് ആരെയാകാം, ഒന്നുകിൽ 4 ആകാം അല്ലെങ്കിൽ 6 ആകാമല്ലോ അല്ലേ, 4 അല്ലെങ്കിൽ 6 ആകാം. അപ്പോൾ ഓർക്ക് 2ൻ്റെ ഓപ്പോസിറ്റ് 4 ആണ്. ഒരു കാരണവശാലും 4 വരാൻ പാടില്ല അവിടെ, കാര്യം ഓപ്പോസിറ്റ് ഫേസ് അടിച്ചുകൊണ്ട് വരാൻ പാടില്ല. പിന്നെ മിച്ചം 6 ഉണ്ടല്ലോ, അപ്പം നമുക്ക് 6 കൊടുത്തേ പറ്റും. ഓക്കെ, അങ്ങനെയെങ്കിൽ 6ഉം 5ഉം ഓപ്പോസിറ്റ് ഫേസ് ആയത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 2 കൂടെ ഒഴിവാക്കാൻ പറ്റും. 3 എടുക്കാം. 2 വൈറ്റ് ഫേസ് ആണ്, ഇത് 1ഉം 3ഉം അല്ലേ, നമുക്കറിയാം 1ഉം 3ഉം എന്താ ആക്ച്വലി ഓപ്പോസിറ്റ് ഫേസ് ആണ്. അടുത്തത് വരാൻ പാടില്ല, 3 ഒഴിവാക്കാം. പിന്നെ മിച്ച ഓപ്ഷൻ 4 ഉള്ളൂ. പിന്നെ എന്തായാലും ഉറപ്പായിട്ട് ഓപ്ഷൻ 4 തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഡയഗണൽ സ്ക്വയർ ഫേസ് ആരാണ്, നമ്പർ 5 അല്ലേ, ഇവിടെ ഞാൻ 5 ഓക്കെ 5 എന്ന് കൊടുത്തു. ഓക്കെ, പിന്നീട് ഇവിടെ ഒരു ബ്ലാക്ക് ഫേസ് ഉണ്ട്. നോക്കുക, ഈ 5ൻ്റെ ഓപ്പോസിറ്റ് ഈ 6 എന്തായാലും വരാൻ പാടില്ല. കാര്യം എന്താണ്, അത് ഓപ്പോസിറ്റ് ഫേസ് ആണ്. അങ്ങനെയെങ്കിൽ ബ്ലാക്ക് ഫേസ് എന്ന് വരാം, ഉറപ്പായിട്ട് നമ്പർ 4 വരാൻ കുഴപ്പമില്ല. ഓക്കെ, പിന്നീട് ഒരു വൈറ്റ് ഫേസ് ഉണ്ട്. അത് ഒന്നെങ്കിൽ 1 വരാം അല്ലെങ്കിൽ 3 വരാം അല്ലേ, കുഴപ്പമില്ല, 1 കൊടുത്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ 1, 5 പിന്നെ 4 അല്ലേ, 4 ഈ 3 ആൾക്കാരും 1, 4, 5 തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല. അത് കാരണം അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരാൻ പറ്റും. അങ്ങനെയെങ്കിൽ അത് പെർഫെക്റ്റ് ക്യൂബാണ്. ഓപ്ഷൻ 4 ആണ്. ഇത്രയുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്പേഴ്സ് കൊടുക്കുക, നമ്പേഴ്സ് കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ കേട്ടോ, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കുറച്ച് ചെയ്ത് പഠിച്ചാൽ നന്നായിട്ട് സെറ്റാവും. ഓക്കെ, അപ്പോൾ മാക്സിമം ചെയ്ത് പഠിക്കുക. ക്ലിയർ ആണെന്ന് കേട്ടോ. മുന്നോട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല, മുന്നോട്ട് പോകാം. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ അടുത്ത് ക്ലാസ്സിൽ കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, സാറേ എനിക്കൊരു ബേസ് ഇല്ല, ഞാൻ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? ഇതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, NCERT പാഠപുസ്തകങ്ങൾ. എന്തുകൊണ്ടാണ് NCERT നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഫൗണ്ടേഷൻ ആവണമെന്ന് പറയുന്നത്? ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് NCERTയിൽ നിന്നാണ്. അതുപോലെ തന്നെ NCERT ആയിരിക്കണം നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കൊച്ചു കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ട് തന്നെയാണ് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി ഡീകോഡിംഗ് NCERT സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT പാഠപുസ്തകങ്ങൾ ഡീകോഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഓരോ വിഷയങ്ങൾക്കും ഏതൊക്കെ NCERTയിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് PDF നമ്മൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും NCERT വായിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റും. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഗിവൻ ഫിഗർ വാട്ട് വിൽ കം ഓപ്പോസിറ്റ് ഫേസ് കണ്ടെയ്നിങ് എക്സ്? ഓക്കെ, എക്സിൻ്റെ ഓപ്പോസിറ്റ്, നിങ്ങൾ എക്സിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ ഫിഗർ കണ്ടോ? ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഫിഗർ അല്ല, ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ടൈപ്പ് 2 വരുന്ന നെക്സ്റ്റ് ടൈപ്പ് ഫിഗർ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ കിട്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എങ്ങനെ ഫിഗർ കിട്ടില്ല ആക്ച്വലി ഇങ്ങനെ, അതായത് ക്വസ്റ്റ്യൻ മനസ്സിലാവും. അതായത് ക്യൂബിനെ വെട്ടി മുറിച്ച് നിവർത്തി വെച്ചേക്കുവാണ്, തിരിച്ച് മടക്കി വെക്കും. കുഞ്ഞുങ്ങളെ തിരിച്ച് മടക്കി വെക്കണം. അപ്പം ഇങ്ങനെ മടക്കി വെക്കുമ്പോഴും ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ നമ്മളെന്താണ് കറക്റ്റായിട്ട് നമ്മളെന്താ എല്ലാ ഇവിടുത്തെയും ഓപ്പോസിറ്റ് ഫേസ്, എല്ലാ ഓപ്പോസിറ്റ് ഫേസ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിച്ചേ പറ്റും അല്ലേ. ഓപ്പോസിറ്റ് ഫേസ് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റും. ഓക്കെ, അങ്ങനെ ഇങ്ങനെ ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അയച്ചാൽ മതി. ഈ കാണുന്ന ഈ എക്സും ഓയും കേട്ടോ, എക്സും ഓയും ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ താഴെ പിയും ഇസഡും ഓപ്പോസിറ്റ് ആയിരിക്കും. നടുക്കുള്ള എന്നും ആറും ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കാണ്, എക്സും ഓയും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, പിന്നെ താഴെയുള്ള പിയും ഇസഡും കേട്ടോ, ഒന്നര വിട്ട പിയും ഇസഡും ഓപ്പോസിറ്റ് ആണ്. മുകളിലും താഴെ നടുക്കുള്ള എന്നും കേട്ടോ, എന്നും ആറും ഓപ്പോസിറ്റ് ആണ്. ഇതാണ് അവിടെ ടൈപ്പ് 2 വരുന്നത് രണ്ടാമത്തെ ഫിഗർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഫിഗർ കിട്ടുക നമ്മൾ എന്താ ഉറപ്പായിട്ട് ഓപ്പോസിറ്റ് ഫേസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനത് ഓപ്പോസിറ്റ് ഫേസ് കണ്ടുപിടിക്കുന്നതെല്ലാം പക്കയായിട്ട് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഒരു വട്ടം പഠിച്ച കാര്യം പക്ക എളുപ്പമാണ്, വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഫേസ് കിട്ടും. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? എക്സിൻ്റെ ഓപ്പോസിറ്റ് ആണ്, ഓ ആണ് അതിന് ഓപ്ഷൻ ബി ഓ. ഫിഗർ മനസ്സിലായല്ലേ? ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളവരെ, വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. അപ്പോൾ ഇങ്ങനെ ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും എല്ലാ ഓപ്പോസിറ്റ് ഫേസും കണ്ടുപിടിക്കും. സെറ്റാണെന്ന് കരുതി കുഴപ്പമൊന്നുമില്ലല്ലോ, മുന്നോട്ട് പോകാം. ശരി കുട്ടികളെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഫിഗർ. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഫിഗർ വരാം കേട്ടോ. 90 റൊട്ടേറ്റ് ചെയ്ത് ഫിഗർ വരാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫിഗർ ഉറപ്പായിട്ട് നമ്മൾ എല്ലാ ഓപ്പോസിറ്റ്സും കണ്ടുപിടിച്ചു. ഓക്കെ, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ ഫിഗർ ഗിവൺ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഫോൾഡഡ് ടു ഫോം എ ബോക്സ്. ചൂസ് ഫ്രം ദ ഓൾട്ടർനേറ്റീവ്സ് 1, 2, 3 and 4 ബോക്സ് ദാറ്റ് ഈസ് സിമിലർ. ഓക്കെ, ഇവിടെ ചോദ്യം സിമിലർ ആണ്, സിമിലർ ടു ദ ബോക്സ് ഫോം കേട്ടോ. അതായത് കറക്റ്റ് ആയിട്ടൊന്ന് ക്യൂബ് ചെയ്താണ് ഇവിടെ ചോദ്യം. ഓക്കെ,
അപ്പോൾ നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ ഫിഗർ തന്നിട്ടുണ്ട്. കൂടാതെ സൈഡിൽ അല്ലേ ഇവിടെ താഴെ 4 ഓപ്ഷൻസ് അല്ല 4 ഫിഗേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഈ 4 ഫിഗേഴ്സിൽ കറക്റ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരുന്ന ക്യൂബുകൾ അതായത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഫിഗർ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഓപ്പോസിറ്റ് ഫേസിലെല്ലാം കണ്ടുപിടിക്കണം അല്ലേ. ഓപ്പോസിറ്റ് ഫേസ് എല്ലാം കണ്ടുപിടിക്കണം, സംശയമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫിഗർ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഈ കാണുന്ന ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഗ്രേ ഷെയ്ഡായിട്ടുള്ള സ്ക്വയർ ഫേസും പിന്നെ താഴെ ബ്ലാക്ക് ഡോട്ടുള്ള സ്ക്വയർ ഫേസും ഓപ്പോസിറ്റ് ഫേസ് ആണ്. പിന്നെ റൈറ്റ് സൈഡിലുള്ള 2 വൈറ്റ് ഫേസുകളും ഓപ്പോസിറ്റ് ഫേസ് ആണ്. പിന്നെ നടുക്കുള്ള ഈ വൈറ്റ് ഫേസും നടുക്കുള്ള ഈ ഒരു ഗ്രേ ഫേസും ഓപ്പോസിറ്റ് ഫേസ് അല്ലേ, ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഓക്കെ, എന്താണ് ടോപ്പിലുള്ള ആ ഒരു ഗ്രേ ഷെയ്ഡായിട്ടുള്ള ആ ഒരു സ്ക്വയർ ഫേസും ഓക്കെ അല്ലെങ്കിൽ ബ്ലാക്ക് ഫേസ് ആണ് കേട്ടോ, ബ്ലാക്ക് ഫേസ് ആക്കാം അയാളും ആ സൈഡിൽ തന്നെ താഴെ വരുന്ന ബ്ലാക്ക് ഡോട്ടുള്ള സ്ക്വയർ ഫേസും ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഫേസ് ആണ്. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന 2 വൈറ്റ് ഫേസുകൾ ഓപ്പോസിറ്റ് ഫേസ് ആണ്. പിന്നെ നടുക്കുള്ള വൈറ്റ് ഫേസും ഓക്കെ നടുക്കുള്ള വൈറ്റ് ഫേസും ഈ റൈറ്റ് സൈഡിലെ നടുക്കുള്ള ആ ഒരു ഷെയ്ഡഡ് ഓക്കെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഫേസും ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഓപ്പോസിറ്റ് ഫേസും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നമ്പേഴ്സ് കൊടുക്കുക, ജസ്റ്റ് ചെയ്ത് കാണിച്ചാൽ നോക്കിക്കോളൂ. ഇയാൾക്ക് നമ്പർ 1 കൊടുത്തു, 1 2 3, ഇയാൾ 4 5 6. ഓക്കെ, അങ്ങനെയെങ്കിൽ ദേ 1ൻ്റെ ഓപ്പോസിറ്റ് 3 ഉണ്ടാവും. ഏറ്റവും മുകളിലുള്ള ആൾ 1 ആണ്, ബ്ലാക്ക് ഡോട്ടുള്ള സ്ക്വയർ ഫേസ് നമ്പർ 3. ഓക്കെ, പിന്നെ 2 വൈറ്റ് ഫേസ് ഉണ്ട് റൈറ്റ് സൈഡ് അല്ലേ. അപ്പം 4ഉം 6ഉം ഓപ്പോസിറ്റ് ഫേസ് ആണ്. പിന്നെ നടുക്കുള്ള 2 കണ്ടോ, ഈ വൈറ്റ് ഫേസ് 2 ആണ്, നടുക്കുള്ള ഈ ബ്ലാക്ക് ഫേസ് കണ്ടോ 5 ആണ്. അപ്പം നമ്പേഴ്സ് കൊടുത്തു. ഓക്കെ, നമ്പേഴ്സ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ 1 എടുക്കാം. ഓപ്ഷൻ 1 എടുക്കാൻ വന്നിട്ട് ഇവിടെ ഈ ബ്ലാക്ക് ഡോട്ടുള്ള സ്ക്വയർ ഫേസ് നമ്പർ 3 ഇവിടെ നമ്പർ 3 ആണ്. പിന്നെ ഇവിടെ 2 വൈറ്റ് ഫേസ് ഉണ്ടല്ലേ. അപ്പോൾ തൽക്കാലം നമുക്ക് ഒരാൾക്ക് 4 കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇത് നമുക്ക് 6 കൊടുക്കാൻ പറ്റില്ല, കാര്യം 4ഉം 6ഉം ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഇപ്പം നമുക്ക് ആര് കൊടുക്കാം, നമുക്ക് ഉറപ്പായിട്ട് ഇവിടെ 2 കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ നോക്കുക 3 4 2 കണ്ടോ, ഈ 3 ആൾക്കാരും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസ് അല്ലാത്ത കാരണം നമുക്ക് ഉറപ്പായിട്ടും ഈ ഫിഗർ 1 പോസിബിളായിട്ട് കറക്റ്റായിട്ട് വരുന്ന ക്യൂബാണ്. ഓക്കെ, സെക്കൻഡ് ഓക്കെ ക്ലിയർ അല്ലേ. ജസ്റ്റ് നമ്പേഴ്സ് പക്കറ്റ് കൊടുക്കുക. ബ്ലാക്ക് ഡോട്ടുള്ള സ്ക്വയർ ഫേസ് നമ്പർ 3 ആണ്. പിന്നെ 2 വൈറ്റ് ഫേസ് ഉണ്ട്. ഉറപ്പായിട്ട് ഒരാൾക്ക് 4 കൊടുത്താൽ അടുത്ത 6 ഇവിടെ കൊടുക്കാൻ പറ്റില്ല, കാര്യം 4ഉം 6ഉം തമ്മിൽ ഓപ്പോസിറ്റ് ഫേസിലാണ്. 6 കൊടുക്കാൻ പറ്റില്ല. പിന്നെ മിച്ചമാരുണ്ട് 2 ഉണ്ട്, 2 കൊടുക്കാമല്ലോ. അപ്പം 3ഉം 2ഉം 4ഉം തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല, കറക്റ്റായിട്ടൊരു ക്യൂബാണ്. 2 എടുക്കുമ്പം നോക്കി ഈ ബ്ലാക്ക് ഡോട്ടുള്ള സ്ക്വയർ ഫേസ് നമ്പർ 3 ഓക്കെ നമ്പർ 3 ആണ്. പിന്നീട് 2 ഷെയ്ഡായിട്ടുള്ള ഫേസ് ഉണ്ടല്ലേ. ഉറപ്പായിട്ടും ഒരാൾ നമ്പർ 1 ആയിരിക്കും, അടുത്തുള്ളപ്പോൾ ഉറപ്പായിട്ട് 4 ആയിരിക്കും അല്ലേ. സോറി 4 ഓക്കെ 5 ആയിരിക്കുമല്ലോ. ഒരാൾ 1ഉം ഒരാൾ 5ഉം ആയിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കി ഇവിടെ ഓൾറെഡി നമുക്കറിയാം 1ഉം 3ഉം എന്നാണ് ഓപ്പോസിറ്റ് ഫേസുകളാണല്ലേ. അപ്പോൾ തമ്മിൽ ഓപ്പോസിറ്റ് അല്ലേ. ഈ 1ഉം 3ഉം തമ്മിൽ ഓപ്പോസിറ്റ് ഫേസ് ആയത് കാരണം ഒരു കാരണവശാലും അഡ്ജസ്റ്റൻ്റ് വരാൻ പാടില്ല. അത് കാരണം നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിഗർ 2 ഒഴിവാക്കാം. ഓക്കെ, സെറ്റ് അല്ലേ. തേർഡ് ഫിഗർ എടുക്കാം. റൈറ്റ് സൈഡിൽ ബ്ലാക്ക് ഡോട്ടുള്ള സ്ക്വയർ ഫേസ് നമ്പർ 3 ആണ്. ഓക്കെ, നമ്പർ 3 കൊടുത്തു. ഓക്കെ, ഇത് 3യുടെ ഓപ്പോസിറ്റ് ആക്ച്വലി 1 ആണ്. അയാൾ എന്തായാലും ഇവിടെ വരാൻ പാടില്ല അല്ലേ. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, 5 കൊടുക്കാമല്ലോ ഇവിടെ കൊണ്ട്, കാരണം 1ഉം 3ഉം ഓപ്പോസിറ്റ് ഫേസ് ആണ്, അടുത്തത് വരാൻ പാടില്ല. അത് കാരണം നമ്മൾ 1 കൊടുക്കാൻ പറ്റില്ല. പിന്നെ ബാക്കി മിച്ചുള്ള 5 കൊടുക്കുക. ഓക്കെ, പിന്നെ ഒരു വൈറ്റ് ഫേസ് ഉണ്ട്. നമുക്കറിയാം 5ഉം ഈ 2 എന്നുള്ള വൈറ്റ് ഫേസ് ആക്ച്വലി ഓപ്പോസിറ്റ് ഫേസിലാണല്ലേ. അപ്പോൾ 2 കൂടെ കൊടുക്കാൻ പറ്റില്ല. ബാക്കി നമുക്ക് 4 6 അവിടെ 4 6 കൊടുക്കാം. തൽക്കാലം 4 കൊടുത്തു. അങ്ങനെയെങ്കിൽ 3 4 5 കണ്ടോ തമ്മിൽ ഓപ്പോസിറ്റ് ഫേസിലല്ല. അത് കാരണം നമുക്ക് ഉറപ്പായിട്ടും ഈ തേർഡ് ഫിഗർ പോസിബിൾ ആണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരുന്ന ക്യൂബാണ്. ഫോർത്ത് ഫിഗർ നോക്കാം. 2 ബ്ലാക്ക് ഉണ്ടല്ലേ. ഇത് നമ്പർ 1, ഇത് നമ്പർ 5. ഓക്കെ, 1ഉം 5ഉം അവിടെ കൊടുത്തു. പിന്നെ ഒരു വൈറ്റ് ഫേസ് ഉണ്ട്. അവിടെ അത് 2 എന്നാലും അവിടെ 2 വരാൻ പാടില്ല, കാര്യം 2ഉം 5ഉം ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഈ 4 6 ആ പ്ലേസിൽ വരാം. 4 6 കൊടുത്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫോർത്ത് ഫിഗറും എന്താണ് പോസിബിൾ ആണല്ലേ. കാരണം 1 4 5 തമ്മിൽ ഓപ്പോസിറ്റ് ഫേസ് അല്ലാത്ത കാരണം ഉറപ്പായിട്ട് അത് പെർഫെക്റ്റ് ക്യൂബാണ്. അങ്ങനെ നമ്മുടെ ഉത്തരം എന്തായി, 1 3 and 4 അല്ലേ. 1 3 ഓപ്ഷൻ ബി 1 3 and 4 ഉള്ളത്. ഓപ്ഷൻ 3 1 3 and 4 ഉള്ളത്. ഓക്കെ, കാര്യം വളരെ എളുപ്പമാണെന്ന് കരുതുന്നുണ്ട്, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. എളുപ്പമാണ്, ട്രിക്സ് എല്ലാം മനസ്സിലാക്കി ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. സെറ്റല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം തൽക്കാലം നമ്പർ കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സെറ്റാണ്. ഓക്കെ, സെറ്റാണെന്ന് കരുതും. മുന്നോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കിക്കേ. ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് വിച്ച് ആൻസർ ഫിഗർ ഓക്കെ ക്യാൻ ബി ആണ്, ക്യാനോട്ട് ബി അല്ല, ക്യാൻ ബി ഫോംഡ് ബൈ ഫോൾഡിങ് ദ ഫിഗർ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഫിഗർ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസിൽ കണ്ടുപിടിക്കും അല്ലേ.
കണ്ടുപിടിക്കാം. എന്താണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബ്ലാക്ക് ഫേസും ഈ സർക്കിളുള്ള ഫേസും ഓപ്പോസിറ്റ് ഫേസ് ആണ് അല്ലേ. പിന്നീട് താഴെയുള്ള ഈ രണ്ട് ബ്ലാക്ക് ഫേസുകൾ ഓപ്പോസിറ്റ് ഫേസ് ആണ്. നടുക്കുള്ള രണ്ട് വൈറ്റ് ഫേസുകളും ഓപ്പോസിറ്റ് ഫേസ് ആണ് അല്ലേ, ഓപ്പോസിറ്റ് ഫേസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ കണ്ടോ നമ്മുടെ ഓപ്പോസിറ്റ് ഫേസ് ആരൊക്കെയാണ് ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസ് ആരൊക്കെയാണ് കണ്ടോ. ലെഫ്റ്റ് സൈഡിലുള്ള ആ ബ്ലാക്ക് ഫേസും അയാളുടെ കൂടെ വരുന്ന ഓപ്പോസിറ്റ് ഫേസ് ആരാണ്, ആ സൈഡിൽ തന്നെ അല്ലേ ആ ഒരു സർക്കിളുള്ള സ്ക്വയർ ഫേസും ഓപ്പോസിറ്റ് ഫേസ് അല്ലേ. പിന്നീട് താഴെ കാണുന്ന രണ്ട് ബ്ലാക്ക് ഫേസുകളും ഉറപ്പായിട്ട് ഓപ്പോസിറ്റ് ഫേസ് ആണല്ലേ, ഓപ്പോസിറ്റ് ഫേസ് ആണ്. പിന്നീട് ആരുണ്ട്, മുകളിലും താഴെയും നടുക്ക് വരുന്ന രണ്ട് വൈറ്റ് ഫേസുകളും ഓപ്പോസിറ്റ് ആണ് കണ്ടോ. ഫിഗർ സെറ്റായി. ഓക്കെ ക്ലിയർ അല്ലേ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം നോക്കാൻ നമ്പർ കൊടുക്കാം. 1 2 ഇത് 3 ഇത് 4 5 6 ഓക്കെ 6 കൊടുത്തു. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ 1ന്റെ ഓപ്പോസിറ്റ് 3 ആണ്. പിന്നെ 2 ബ്ലാക്ക് അല്ലേ, 4ന്റെ ഓപ്പോസിറ്റ് 6 ആണ്. നടുക്കുള്ള 2 വൈറ്റ് ഫേസ് 2ന്റെ ഓപ്പോസിറ്റ് 5. ഓക്കെ നമ്പർ കൊടുത്തു. ഓക്കെ നമുക്ക് ഓപ്ഷൻ 1 എടുക്കാം. ഓക്കെ ഓപ്ഷൻ 1 എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. നോക്കി ഈ സർക്കിളുള്ള സ്ക്വയർ ഫേസ് നമ്പർ 3 ആണ്. ഓക്കെ നമ്പർ 3 ആണ്. പിന്നെ 2 ബ്ലാക്ക് ഉണ്ടല്ലേ. ഉറപ്പായിട്ടും ഈ 3ന്റെ ഓപ്പോസിറ്റ് ആരാണ്, 1 ആണല്ലോ. 1 എന്തായാലും വരാൻ പാടില്ല അല്ലെ. 3ന്റെ ഓപ്പോസിറ്റ് 1 ആണ്. അപ്പോൾ 1 എന്തായാലും അടുത്തടുത്ത് വരാൻ പാടില്ല അല്ലേ. അങ്ങനെ ബാക്കി 2 പേര് ആരൊക്കെ ആയിരിക്കും, ഉറപ്പായിട്ടും ഇത് 4ഉം 6ഉം ആയിരിക്കും. സംശയമില്ലല്ലോ, 4ഉം 6ഉം വരത്തില്ലേ. 3ന്റെ ഓപ്പോസിറ്റ് 1 എന്തായാലും വരാൻ പാടില്ല. പിന്നെ 4ഉം 6ഉം ഉണ്ട്. എന്നാൽ 4ഉം 6ഉം ആക്ച്വലി എന്താണ്, ഇവർ തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളാണ്. ഒരു കാരണവശാലും അടുത്തടുത്ത് വരാൻ പാടില്ല. ഓപ്ഷൻ 1 ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ. 2 എടുക്കാം. ഓക്കെ ഒരു വൈറ്റ് ഫേസ് നമുക്ക് 2 2 5 കൊടുക്കാം. പിന്നെ 2 ബ്ലാക്ക് ഫേസ് ഉണ്ടല്ലേ, നമുക്ക് ആരെ കൊടുക്കാം, 4 6 ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ 1 കേട്ടോ, 4 1 അല്ലേ, 1 4 കൊടുക്കാം, കുഴപ്പമില്ല. 1 4 കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ ഈ കാണുന്ന 2 4 1 തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല. അത് കാരണം നമുക്ക് ഉറപ്പായിട്ട് ഓപ്ഷൻ 2 കുഞ്ഞുങ്ങളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ 3 എന്ത് പറ്റും, 3 ബ്ലാക്ക് ആണല്ലേ. ഉറപ്പായിട്ടും ഒരാൾ 4 ഒരാൾ 6 ഒരാൾ 1 ആകും അല്ലേ. ഈ 4ഉം 6ഉം ആക്ച്വലി എന്താണ്, ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഒരു കാരണവശാലും അടുത്തടുത്ത് വരാൻ പാടില്ല. ഓപ്ഷൻ 3 ഒഴിവാക്കാം. ഓപ്ഷൻ 4 ഒക്കെ നോക്കിയേ, അവിടെ 2 വൈറ്റ് ഫേസ് ഉണ്ട്. ഇത് 2ഉം 5ഉം ആണ്. എന്നാൽ ഈ 2 വൈറ്റ് ഫേസുകൾ ഓപ്പോസിറ്റ് ഫേസ് ആണ്. തമ്മിൽ അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ പാടില്ല. നമുക്ക് ഉറപ്പായിട്ടും കണ്ടോ 4ഉം ഒഴിവാക്കാം. ഉത്തരം എന്തായാലും ഓപ്ഷൻ 2 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടി മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. The question figure is folded to form a box. Choose from the answer figures the box that is similar to the box formed അല്ലേ. ഇപ്പോൾ ഇവിടെ സിമിലർ ആണ്, കറക്റ്റായിട്ട് വരുന്ന ക്യൂബ് കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ നോക്കിയേ ഈ ഫിഗർ ഉണ്ടോ, നമ്മൾ ഇതുവരെ കണ്ട ഫിഗറല്ല, ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ. സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഫിഗർ വന്നാലും നമ്മൾ എന്താ കണ്ടുപിടിക്കണം, ഉറപ്പായിട്ടും എല്ലാ ഓപ്പോസിറ്റ് ഫേസും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് ഓപ്പോസിറ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിലുള്ള ഈ ഒരു വൈറ്റ് ഫേസും താഴെയുള്ള ഈ വൈറ്റ് ഫേസും ഓപ്പോസിറ്റ് ഫേസ് ആണ് അല്ലേ. പിന്നീട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ വൈറ്റ് ഫേസും ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഓക്കെ പിന്നീട് നടുക്കുണ്ട് ആരുണ്ട്, നടുക്കൊരു ചെറിയ സർക്കിളുള്ള സ്ക്വയർ ഫേസ് ഉണ്ടല്ലേ. അയാളുടെ ഓപ്പോസിറ്റ് ഫേസ് ആരാണ് നമുക്ക് അറിയത്തില്ലല്ലേ. അതാണ് നമ്മുടെ സംശയം അല്ലേ. അപ്പോൾ ഈ ഫിഗറിനകത്ത് നോക്കി എന്താണ്, 4 സൈഡിലും കുഞ്ഞുങ്ങളെ 4 സൈഡിലും ഓരോ ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ ആക്ച്വലി ട്രയാങ്കിൾസ് ആണ് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു സ്ക്വയർ ഫേസ് കുഞ്ഞുങ്ങളെ ഒരു സ്ക്വയർ ഫേസിനെ ഡയഗണൽ 2 ഡയഗണൽസ് വരച്ച് മുറിച്ചെടുക്കുകയാണ്. അപ്പം ഇവിടെ കണ്ടോ 4 ചെറിയ ട്രയാങ്കിൾസ് അല്ലേ. ആ ട്രയാങ്കിൾസ് ആണ് ആക്ച്വലി ഈ 4 സൈഡിലും ഉള്ളത്. മനസ്സിലായി. അതായത് ഇത്രയേ ഉള്ളൂ. നടുക്കുള്ള ഈ ഒരു സർക്കിളുള്ള സ്ക്വയർ ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 സൈഡിലുള്ള ട്രയാങ്കിൾസ് ആണ് ആക്ച്വലി. ആ ട്രയാങ്കിൾസ് ആണ് കിട്ടിയത്. ഒരു സ്ക്വയർ ഫേസിനെ ഡയഗണലിൽ മുറിച്ച് 4 ട്രയാങ്കിൾസ് ആക്കി എടുത്തിരിക്കുകയാണ്. ഇവിടെ കിട്ടിയോ? ഓക്കെ അല്ലേ. ജസ്റ്റ് ഒന്നുകൂടെ വരച്ച് കാണിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതേ ഫിഗർ ഇങ്ങനെ വരും. ഓക്കെ നമ്പേഴ്സ് കൊടുക്കാം. 1 2 3 ഓക്കെ അതുപോലെ 4 5 പിന്നെ 4 സൈഡിലും കുഞ്ഞുങ്ങളെ ഓരോ ട്രയാങ്കിൾസ് ഉണ്ട്. 4 സൈഡിൽ ഓരോ ട്രയാങ്കിൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസ് ആരൊക്കെയാണ്, 1ന്റെ ഓപ്പോസിറ്റ് കുഞ്ഞുങ്ങളെ 1ന്റെ ഓപ്പോസിറ്റ് 3 ആണ്. ഇവിടെ 4ന്റെ ഓപ്പോസിറ്റ് 5 4ന്റെ ഓപ്പോസിറ്റ് 5 ആണ്. ഉറപ്പായിട്ട് നടുക്കുള്ള 2ന്റെ ഓപ്പോസിറ്റ് ആര് വരും, 2 ഓപ്പോസിറ്റ് നമുക്കൊരു സ്ക്വയർ ഫേസ് ഉണ്ട്. അയാൾ ആക്ച്വലി ഡയഗണലി
4ആയിട്ട് മുറിച്ച് 4 സൈഡിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, നമുക്ക് ഓപ്പോസിറ്റ്സ് കിട്ടിയല്ലോ. ഇപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ്സ് ആരൊക്കെയാണ്? നടുക്കുള്ള സർക്കിൾ സ്ക്വയർ ഫേസിന് ഓപ്പോസിറ്റ് ഇവിടെ ഇങ്ങനത്തെ ഒരു ഫേസ് ആണല്ലേ. പക്ഷേ ഒരു കുറച്ച് പ്രശ്നമുണ്ടല്ലേ. എന്താണ്? ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ബ്ലാക്ക് ട്രയാങ്കിൾസ് ഉണ്ട്. ബാക്കി ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 വൈറ്റ് ട്രയാങ്കിൾസുമാണ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ബ്ലാക്ക് ട്രയാങ്കിൾസ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫിഗർ എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ബ്ലാക്ക് ട്രയാങ്കിൾസ് ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ട് ബ്ലാക്ക് ട്രയാങ്കിൾസ് ഉള്ളത് കാരണം ഉറപ്പായിട്ടും എന്തായിരിക്കണം? ആ 2 ബ്ലാക്ക് ട്രയാങ്കിൾസ് ഇവിടെ കുഞ്ഞുങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് വരണം. ക്ലിയർ ആയോ? ഓപ്പോസിറ്റ് ആയിട്ട് വരണം. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. ഇങ്ങനെ വരാം. ആ 2 ബ്ലാക്ക് ട്രയാങ്കിൾസ് ഇത്രയുള്ള ഓപ്പോസിറ്റ് ആയിട്ട് വരണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓപ്പോസിറ്റ് ആയിട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ബ്ലാക്ക് ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അതായത് ഈ നടുക്ക് സർക്കിളുള്ള സ്ക്വയർ ഫേസിൻ്റെ ഓപ്പോസിറ്റ്സ് ആയിരിക്കും. ഒന്നുകിൽ ഇതായിരിക്കാം, അല്ലെങ്കിൽ ഇതായിരിക്കാം. ക്ലിയർ അല്ലേ? പിന്നെ ആരൊക്കെ ഉള്ളത്? പിന്നീട് മുകളിലുള്ള വൈറ്റ് ഫേസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് താഴെയുള്ള വൈറ്റ് ഫേസ്, അതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള വൈറ്റ് ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ട് റൈറ്റ് സൈഡിലുള്ള വൈറ്റ് ഫേസ്. അപ്പോൾ നമുക്ക് എല്ലാ ഓപ്പോസിറ്റ്സും കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ അല്ലേ? സെറ്റല്ല, സംശയമൊന്നുമില്ലല്ലോ. ഫിഗർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യാം. ഉറപ്പായിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഓപ്ഷൻ 1 ഒഴിവാക്കാം, 2 ഒഴിവാക്കാം, 3 ഒഴിവാക്കാം അല്ലേ. കാര്യം എന്താണ്? നമ്മൾ ഓൾറെഡി കാണിച്ചു. നടുക്ക് ബ്ലാക്ക് സർക്കിളുള്ള ആ സ്ക്വയർ ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് ഒന്നെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സ്ക്വയർ ഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഇവർ കണ്ടോ, ആക്ച്വലി ഈ 2 ആൾക്കാരും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസ് ആണ്. അത് കാരണം അടുത്തടുത്ത് എന്തായാലും വരാൻ പാടില്ല. അത് കാരണം 1 ഒഴിവാക്കാം. അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കാം. ഓപ്ഷൻ 2 ഒഴിവാക്കാം. കാര്യം ഈ സർക്കിളുള്ള സ്ക്വയർ ഫേസും ഇങ്ങനെ വരുന്ന ആ സ്ക്വയർ ഫേസും എന്നാണ് ആക്ച്വലി ഓപ്പോസിറ്റ് ഫേസ് ആണ്. തമ്മിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരാൻ പാടില്ല. 2 ഒഴിവാക്കാം. അതേപോലെ അവിടെ 3 ഒഴിവാക്കാം. പിന്നെ ഉറപ്പായിട്ട് ഓപ്ഷൻ 4 ആണല്ലേ. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഫേസ് ഉണ്ട് കേട്ടോ. സ്ക്വയർ ഫേസ് ഉണ്ട്. പിന്നെ 2 വൈറ്റ് ഫേസ് അല്ലേ. ഒന്നെങ്കിൽ ഒരാൾ ഇതാകാം. കണ്ടോ, ഇവർ തമ്മിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരാൻ പാടില്ല അല്ലേ. എന്നാൽ ഇതും നമ്മൾ അഡ്ജസ്റ്റ് വരാൻ പറ്റും. അത് കാരണം ഉറപ്പായിട്ട് ഓപ്ഷൻ 4 ആണ് കുഞ്ഞു നമ്മുടെ ഉത്തരം. പിടികിട്ടിയോ? ഇപ്പോൾ ഫിഗർ കറക്റ്റ് മനസ്സിലാട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ. 4 സൈഡിലും ഓരോ ട്രയാങ്കിൾസ് ആണ്. ആ ട്രയാങ്കിൾസിനകത്ത് തന്നെ ഇവിടെ 2 ട്രയാങ്കിൾസ് ഓപ്പോസിറ്റ് 2 ബ്ലാക്ക് ട്രയാങ്കിൾസ് ഓപ്പോസിറ്റ് വന്ന കാരണം എന്താണ് ഫിഗർ ഇങ്ങനെ വരാം. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഈ ഫിഗർ മനസ്സിലല്ലേ? 2 ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇങ്ങനെയുള്ള സ്ക്വയർ ഫേസ് ആണല്ലേ. ഇനി തൽക്കാലം ഞാൻ ചെയ്യുവാണ്. അപ്പോൾ ഇയാളൊരാൾ ബ്ലാക്ക് കൊടുത്തു. പിന്നീട് ഓക്കെ, ഇത് ഞാൻ ഇതും ബ്ലാക്ക് കൊടുത്തു. അപ്പോൾ ഈ ഫിഗറിൽ എന്ത് പറ്റും? ഈ ഫിഗറിൽ എന്താ വ്യത്യാസം? ഇതിനകത്ത് 2 ബ്ലാക്ക് ട്രയാങ്കിൾസ് അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് അല്ല, അഡ്ജസൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നടുക്ക് 2ൻ്റെ ഓപ്പോസിറ്റ് നടുക്കുള്ള 2 ഓപ്പോസിറ്റ് ആര് വരണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്വയർ ഫേസ് ഉണ്ട്. ആ സ്ക്വയർ ഫേസിനെ ആക്ച്വലി ഡയഗണലി മുറിച്ചു 4 ട്രയാങ്കിൾസ് ആക്കി. പക്ഷേ ഇവിടെ ബ്ലാക്ക് ട്രയാങ്കിൾസ് അടുത്തടുത്ത് ആയത് കാരണം ഇവിടെയും അടുത്തടുത്ത് വരണം കേട്ടോ. ഓപ്പോസിറ്റ് ആണ്, അവർ ഓപ്പോസിറ്റ് ആയിരിക്കണം. അടുത്തടുത്താണെങ്കിൽ ഉറപ്പായിട്ട് അവർ അടുത്തടുത്താണ്. ഇങ്ങനെ വരണം. ഒന്നെങ്കിൽ ഇങ്ങനെ വരാം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വരാം കേട്ടോ. ഇങ്ങനെ വരാം. ഓക്കെ, ഇങ്ങനെ വരാം. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ വരാം? ഇവിടെ ആക്ച്വലി കുഞ്ഞുങ്ങൾ 4 പോസിബിലിറ്റി ഉണ്ട്. 4 പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. 4 പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. കണ്ടോ? ക്ലിയർ അല്ലേ? അതുപോലെ ഒന്നെങ്കിൽ ഇങ്ങനെ വരാം. അപ്പോൾ അവിടെ ആക്ച്വലി 4 പോസിബിലിറ്റി ഉണ്ട്. 4 പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ 4 പോസിബിലിറ്റി ഉണ്ട്. അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ അടുത്തടുത്താണ് ബ്ലാക്ക് ഫേസ് അല്ലെങ്കിൽ 4 ബ്ലാക്ക് ട്രയാങ്കിൾസ് ഉണ്ട്. അടുത്തടുത്ത് ബ്ലാക്ക് ട്രയാങ്കിൾസ് ആണെങ്കിൽ ആ ബ്ലാക്ക് ട്രയാങ്കിൾസ് അടുത്തടുത്ത് വരാം. ഓപ്പോസിറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഫിഗറാണോ ഇതേപോലെ ഓപ്പോസിറ്റ് വരണം. ഇത്രയുള്ള ഫിഗർ പക്കയായിട്ട് മനസ്സിലാക്കി വെക്കുക. കാര്യം വളരെ എളുപ്പമാണ്, വളരെ സ്മൂത്താണ് കേട്ടോ. കാര്യം ഫിഗർ ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കി. The question figure is folded to form a box. Choose from the answer figures the box that is similar to the box formed. അല്ലേ, ഇവിടെ ചോദ്യം സിമിലർ ആണ്. അത് കറക്റ്റായിട്ട് വരുന്ന ക്യൂബ് ആണ് അല്ലേ. അപ്പോൾ നോക്കാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, നേരത്തെ ചെയ്തപോലെ തന്നെയാണ്. എന്താണ് ഇവിടെ എന്തായിരിക്കും? ഉറപ്പായിട്ട് 1ൻ്റെ ഓപ്പോസിറ്റ് കുഞ്ഞുങ്ങളെ 3 ആയിരിക്കും. 4ൻ്റെ ഓപ്പോസിറ്റ് 5 അല്ലേ. ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസ് ആരൊക്കെയാണ്? 1ൻ്റെ ഓപ്പോസിറ്റ് 3 ആണ്. പിന്നെ 4ൻ്റെ ഓപ്പോസിറ്റ് 5 ആണ്. ഓക്കെ, ഇനി നടുക്കുള്ള 2ൻ്റെ ഓപ്പോസിറ്റ് ആരാ വരുന്നത്? ഓക്കെ, ഇവിടെ സൈഡിൽ കണ്ടോ, ഇവിടെ 4 സൈഡിലും ഓരോ സ്ക്വയേഴ്സ്, കുഞ്ഞുങ്ങൾ ഓരോ സ്ക്വയേഴ്സ് ആണ്. സ്ക്വയേഴ്സ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ വലിയ ഒരു സ്ക്വയർ ഫേസിനെ അല്ലേ, ഓരോ സൈഡിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് നടുക്കൂടെ അകത്തൂടെ 2 ലൈൻസ് വരച്ചു
അല്ലെങ്കിൽ നടുക്കൂടെ ഇങ്ങനെ മുറിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 4 സ്ക്വയേഴ്സ് കിട്ടും അല്ലേ. 4 സ്ക്വയേഴ്സ് കിട്ടും. അപ്പോൾ 4 സ്ക്വയർ ഈ അകത്ത് ഇങ്ങനെ മുറിച്ച കാരണം 4 ചെറിയ സ്ക്വയേഴ്സ് കിട്ടും. അവരാണ് ആക്ച്വലി 4 സൈഡിലും ഇരിക്കുന്നത് കേട്ടോ. 4 സൈഡിലും ഇരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് 2 ബ്ലാക്ക് സ്ക്വയേഴ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഫിഗറിലും എന്തായിരിക്കണം? ഇവരുണ്ടോ ഓപ്പോസിറ്റോ? ആ 2 ബ്ലാക്ക് സ്ക്വയേഴ്സ് ഇവിടെ കുഞ്ഞുങ്ങളെ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഒന്നുകിൽ ഫിഗർ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ 2 ഓപ്പോസിറ്റ് ഇങ്ങനെ വരാം കേട്ടോ. ഇവിടെ 2 പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം കേട്ടോ. ഇങ്ങനെ വരാം കണ്ടോ. സെറ്റല്ലേ? കണ്ടോ, വളരെ എളുപ്പമാണ് കാര്യം, വളരെ എളുപ്പമാണ്. സെറ്റാണെന്ന് കാര്യം. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഓപ്പോസിറ്റ്സും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഓപ്ഷൻസ് ഓപ്ഷൻ A, B, C, D നമുക്ക് കമ്പയർ ചെയ്യാം. ഓപ്ഷൻ A നോക്കി 3 ഉണ്ട്, 4 ഉണ്ട്, പിന്നെ ഈ സ്ക്വയർ ഫേസ് അല്ലേ. അപ്പം 3, 4 ഈ സ്ക്വയർ ഫേസ് അല്ലേ. ഈ 3 ആൾക്കാരും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല. അത് കാരണം ഉറപ്പായിട്ട് ഇവർക്ക് അഡ്ജസ്റ്റ്മെന്റ് വരാൻ സാധിക്കും. അങ്ങനെ ഉറപ്പായിട്ടും ഉത്തരം എന്തായിരിക്കും? ഇതാണ് ഓപ്ഷൻ A ആണ് കറക്റ്റായിട്ട് വരുന്ന ക്യൂബ് അല്ലേ. ഓപ്ഷൻ B വരുമ്പോൾ കുഞ്ഞാൽ ഓപ്ഷൻ B വരുമോ? ഇല്ല. കാര്യം എന്താണ്? ഇവിടുത്തെ സ്ക്വയർ ഫേസ് കണ്ടോ. ഇവിടെ ഈ ബ്ലാക്ക് സ്ക്വയേഴ്സ് എന്താണ്? സർക്കിൾസ് ബ്ലാക്ക് സ്ക്വയേഴ്സ് എന്നാണ് അടുത്തടുത്തിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടോ ആക്ച്വലി എങ്ങനെ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട്. കാരണം ഈ 2 ബ്ലാക്ക് സ്ക്വയറുകൾ ഓപ്പോസിറ്റ് ആണ്. ഒരു കാരണവശാലും അടുത്തടുത്ത് വരാൻ പാടില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഓപ്ഷൻ B ഒഴിവാക്കാൻ പറ്റും. നമുക്ക് അതുപോലെ C ഒഴിവാക്കാൻ. കാര്യം എന്താണ്? ഈ 4ഉം 5ഉം എന്താണ്? 4ഉം 5ഉം ആക്ച്വലി എന്താണ്? 4ഉം 5ഉം ആക്ച്വലി ഓപ്പോസിറ്റ് ഫേസുകളാണ്. ഒരു കാരണവശാലും അടുത്തടുത്ത് വരാൻ പാടില്ല. അത് കാരണം C ഒഴിവാക്കാൻ പറ്റും. ഒരു ഓപ്ഷൻ D ഒഴിവാക്കാം അല്ലേ. കാര്യം നമുക്ക് 2 അല്ലേ, ഇവിടുത്തെ പ്ലെയിൻ ആയിട്ടുള്ള സ്ക്വയർ ഫേസുകൾ ഇല്ല. നമുക്ക് ഉറപ്പായിട്ടും D ഒഴിവാക്കാം അല്ലേ. D ഒഴിവാക്കാം. ഉറപ്പായിട്ടും ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ A ആണ്. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഫിഗർ മനസ്സിലായല്ലോ. പിന്നെ കണ്ട് പറയാം എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 4 സൈഡിലുള്ള ചെറിയ സ്ക്വയേഴ്സ് ഇല്ലേ. അപ്പം അവർ ഓപ്പോസിറ്റ് ആയിട്ട് വന്നത് കാരണമാണ് അവരിൽ ആ ബ്ലാക്ക് സ്ക്വയേഴ്സ് ഓപ്പോസിറ്റ് വന്ന കാരണമാണ് എന്താണ് ഇങ്ങനത്തെ സ്ക്വയർ ഫേസുകൾ വന്നല്ലേ. എന്നാൽ ആ ആൾക്കാർ അടുത്തടുത്താണെങ്കിൽ 2 ബ്ലാക്ക് സ്ക്വയറുകൾ അടുത്തടുത്താണെങ്കിൽ ഒരാൾ ഇവിടെ വരയ്ക്കുന്നു. ഇത് 2ഉം ബ്ലാക്ക് ആണ്. ഈ 2 ആൾക്കാരും ബ്ലാക്ക് സ്ക്വയറുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സ്ക്വയർ ഫേസ് എന്തായിരിക്കും? 2 ഓപ്പോസിറ്റ് വരുന്ന ആരായിരിക്കും? ഉറപ്പായിട്ടും അടുത്തടുത്താണെങ്കിൽ എന്തായിരിക്കണം? ആ 2 സ്ക്വയർ ഫേസ് കണ്ടോ ഇതേപോലെ അടുത്ത് വരണം. ഒന്നെങ്കിൽ ഇങ്ങനെ വരണം അല്ലേ, ഒന്നെങ്കിൽ ഇങ്ങനെ വരണം, അല്ലെങ്കിൽ ഇങ്ങനെ വരണം അല്ല. അവിടെ ആക്ച്വലി 4 പോസിബിലിറ്റി. ഒന്നിങ്ങനെ വരണം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം കണ്ടോ, ഒന്ന് ഇങ്ങനെ വരാം. ഓക്കെ, അതുപോലെ ഉണ്ട് ഇങ്ങനെ 4 പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. 4 പോസിബിലിറ്റി. അപ്പം നിങ്ങൾക്ക് ഫിഗർ എല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ബേസ് ഫിഗേഴ്സ് എല്ലാം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണെന്ന് വരും. ഓക്കെ, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. എൻ്റെ അടുത്ത് ക്ലാസ്സിൽ കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ എനിക്കൊരു ബേസ് ഇല്ല, ഞാൻ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? ഇതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, NCERT പാഠപുസ്തകങ്ങൾ. എന്തുകൊണ്ടാണ് NCERT നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഫൗണ്ടേഷൻ ആവണമെന്ന് പറയുന്നത്? ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് NCERT നിന്നാണ്. അതുപോലെ തന്നെ NCERT ആയിരിക്കണം നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കൊച്ചു കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ട് തന്നെയാണ് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി ഡീകോഡിംഗ് NCERT സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT പാഠപുസ്തകങ്ങൾ ഡീകോഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഓരോ വിഷയങ്ങൾക്കും ഏതൊക്കെ NCERTയിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് PDF നമ്മൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും NCERT വായിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റും. ഓക്കെ, the figure is question figure is followed to form a box. Choose the answer figures the box that is similar to the box found അല്ലേ. ഇവിടെ കുഞ്ഞുങ്ങൾ സിമിലർ ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഫിഗറിൽ ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഫിഗർ ഇവിടെയും ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ. അപ്പോൾ നോക്കുക, ഫിഗർ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഓൾറെഡി നമ്മളൊരു ഫിഗർ പഠിച്ചിട്ടുണ്ടല്ലേ. നോക്കി, നമ്മൾ ടൈപ്പ് 2 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം പഠിച്ച ഫിഗർ കണ്ടോ. ആദ്യം പഠിച്ച ഫിഗർ എന്തായിരുന്നു? ഇങ്ങനത്തെ ഫിഗറാണ് അല്ലേ. 1 2 3 4 പിന്നെ 2 സൈഡിലായിട്ടല്ലേ, 2 സൈഡിലായിട്ട് ഇത് 5 ഇതൊക്കെ 6 ആണെങ്കിൽ ഓക്കെ. ഇവിടെ നമുക്ക് പറയാം ഓപ്പോസിറ്റ് ഫേസ് എന്തൊക്കെയാണ്? 1ൻ്റെ ഓപ്പോസിറ്റ് 3 ആണ്, 2ൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, 1ൻ്റെ ഓപ്പോസിറ്റ് 3, 2ൻ്റെ ഓപ്പോസിറ്റ് 4, പിന്നെ 2 കൈകളിട്ടിരിക്കുന്ന 5 മാറും ഓപ്പോസിറ്റ് ആണല്ലേ. ഓക്കെ,
അപ്പോൾ ഓൾമോസ്റ്റ് നടുക്കുള്ള ആ ഒരു വലിയ വെർട്ടിക്കലായിട്ട് വരുന്നല്ലേ വെർട്ടിക്കൽ ആളില്ലേ, ആക്ച്വലി ഇതേപോലെ തന്നെ ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ്. ആകെ വ്യത്യാസം എന്നാണ് ഈ രണ്ട് കൈ 5ഉം 6ഉം അല്ലേ, ഈ 5ഉം 6ഉം ആക്ച്വലി സ്ക്വയർ ഫേസ് ആണ്. അയാളെ രണ്ടായിട്ട് മുറിച്ച് സൈഡ് വെച്ചിരിക്കുകയാണ്. ഫിഗർ മനസ്സിലായോ? ഈ ഇരുന്ന ഫേസിന് ആക്ച്വലി ഈ സൈഡിൽ രണ്ട് സൈഡിൽ ഇരുന്ന 5നെയും 6നെയും നേരെ രണ്ടായിട്ട് മുറിച്ചു. ആ സ്ക്വയർ ഫേസിനെ നേരെ രണ്ടായിട്ട് മുറിച്ചിട്ടോ. രണ്ടായിട്ട് മുറിച്ചിട്ട് എന്ത് ചെയ്തു, മുകളിലും താഴെയായിട്ട് ആ സൈഡിൽ തന്നെ മുകളിലും താഴെ വെച്ചു. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരേ സൈഡിൽ വരുന്ന ആൾക്കാർ എപ്പോഴും ഒറ്റ ഫേസിൽ വരണം. അതായത് ലെഫ്റ്റ് സൈഡിൽ ഉള്ള രണ്ടാൾക്കാർ ഒറ്റ ഫേസിലായിരിക്കണം, റൈറ്റ് സൈഡ് ആൾക്കാർ ഒറ്റ ഫേസിൽ ആയിരിക്കണം. അവർ തമ്മിലായിരിക്കണം ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസ് അല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ആരൊക്കെ ആയിരിക്കും, കാണിച്ചു തരാം. എന്താണ്, ഉറപ്പായിട്ടും ഇൻഡുവിൻ്റെ ഓപ്പോസിറ്റ് ഈ ബ്ലാക്ക് സർക്കിളാണ് അല്ലേ. ഇനി പ്ലെയിൻ സർക്കിൾ ഓപ്പോസിറ്റ് ആയിട്ട് ഈ സ്ക്വയർ ഉള്ള ഫേസ് അല്ലേ. അതായത് ഇൻഡുവിൻ്റെ ഓപ്പോസിറ്റ് ഈ ബ്ലാക്ക് സർക്കിളാണ്. ഓക്കെ, അതുപോലെ പ്ലെയിൻ സർക്കിൾ ഓപ്പോസിറ്റ് ആരാണ്, ഇങ്ങനെയുള്ള സ്ക്വയർ ഉള്ള ഫേസ് ആണ്. ഓക്കെ, പിന്നീട് രണ്ട് ഫേസ് ഉണ്ട്. ആക്ച്വലി ആരൊക്കെയാണ്, ഒരു വലിയ സ്ക്വയർ ഫേസിനെ കുഞ്ഞുങ്ങളെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ. പിന്നെ ഓർക്ക് ഒരേ സൈഡിൽ വരുന്ന ആൾക്കാർ, അതായത് ആ റെക്റ്റാങ്കിളും ആ ഒരു ലൈനും ഒറ്റ ഫേസ് വരണം. ഓക്കെ, ഒരു ഫേസ് തന്നെ ആയിരിക്കണം. അതുപോലെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ആരോയും ആ ബ്ലാക്ക് ചെറിയ ഡോട്ടും ഒരേ ഫേസിലായിരിക്കണം. ഇതാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ഓപ്പോസിറ്റ് ഫേസുകൾ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഫേസ് എല്ലാം കിട്ടിക്കഴിയും. സെറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യാം. ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എ നോക്കിയേ, ഇൻറ്റു സർക്കിള് ഈ ഫേസ് അല്ല, ഈ സ്ക്വയർ ഫേസ് അല്ലേ. അപ്പോൾ ആ ഇൻറ്റുവും സർക്കിളും പ്ലെയിൻ സർക്കിൾ എന്നാണ്, ഓപ്പോസിറ്റ് ഫേസിലല്ല. പിന്നീട് ഈ ഒരു ഫേസ് കണ്ടോ ഉറപ്പായിട്ടും ഓപ്ഷൻ ആണ്. ഈ മൂന്നാൾക്കാരും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസിലല്ലാത്ത കാരണം ഉറപ്പായിട്ടും ഓപ്ഷൻ എ അല്ലെങ്കിൽ ഈ ഫിഗർ എ അല്ലേ നമുക്ക് കറക്റ്റായിട്ട് ക്യൂബാണ്. സെറ്റ്, സംശയമില്ലല്ലോ. ഓപ്ഷൻ ബി, ഫിഗർ ബി എടുക്കാം. ഇൻറ്റു ഈ സ്ക്വയർ അല്ലേ, ഇൻറ്റു പിന്നീട് ഈ ഒരു സ്ക്വയർ ഫേസ്. പക്ഷേ ഈ ഫേസ് കണ്ടോ, ആരോയും റെക്റ്റാങ്കിളും ഒറ്റ ഫേസ് വരുമോ? നമുക്ക് ആക്ച്വലി ആരുടെ കൂടെ ഈ ബ്ലാക്ക് ഡോട്ടേ വരാൻ പാടുള്ളൂ, ഈ റെക്റ്റാങ്കിൾ വരാൻ പാടില്ല. അത് കാരണം ഉറപ്പായിട്ട് നമുക്ക് ബി, ഓക്കെ, ഫിഗർ ബി ഒഴിവാക്കാം. അതുപോലെ നമുക്ക് ഉറപ്പായിട്ട് ഡിയും ഒഴിവാക്കാം, ഫിഗർ ഡി ഒഴിവാക്കാം. കാര്യം നോക്കി, ഈ ലൈനും ഡോട്ടും കണ്ടോ, ആക്ച്വലി ഈ ഡോട്ടിൻ്റെ കൂടെ ആരാ വരേണ്ടത്, ആരോയാണ് വരേണ്ടത്, അല്ലാതെ ഈ ലൈൻ അല്ല വരാനുള്ളത്. അത് കാരണം നമുക്ക് ഡിയും ഒഴിവാക്കാം. സി കറക്റ്റ് ആയിരിക്കുമല്ലോ. സർക്കിള് ഇൻറ്റു കണ്ടോ ഈ ലൈനും റെക്റ്റാങ്കിൾ, അത് കറക്റ്റായിട്ട് വരുന്നൊരു ഫേസ് ആണ് അല്ലേ. ഉറപ്പായിട്ട് നമുക്ക് ഫിഗർ സി കറക്റ്റ് അല്ലേ, ഫിഗർ സി കറക്റ്റായിട്ട് വരുന്നൊരു ക്യൂബാണ്. അപ്പോൾ ഉത്തരം എന്തായിരിക്കും, ഉറപ്പായിട്ടും കണ്ടോ ഓപ്ഷൻ എ ആൻഡ് സി ഉള്ളി, ഓപ്ഷൻ എ ആൻഡ് സി ഉള്ളി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഗർ എല്ലാം പക്കയാണെന്ന് കരുതുന്നു. ടൈപ്പ് 2 തന്നെ ഇപ്പോൾ നമ്മൾ കുറേ ഫിഗേഴ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓൾറെഡി ഈ ഫിഗർ ആക്ച്വലി നമ്മൾ ടൈപ്പ് 2 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ഫിഗർ പോലത്തെ ഫിഗറാണ്. ആകെ സൈഡിലുള്ള 5ഉം 6ഉം രണ്ടായിട്ട് മുറിഞ്ഞു. രണ്ട് സൈഡിൽ ഇരിക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരേ സൈഡിൽ വരുന്ന ആൾക്കാർ സെയിം ഫേസ് തന്നെ ആയിരിക്കണം, സെയിം ഫേസിലായിരിക്കണം. അതാണ് റെക്റ്റാങ്കിളും ലൈനും, അതുപോലെ ആരോയും ബ്ലാക്ക് ഡോട്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഫിഗറെല്ലാം പക്കയായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അത് വെച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22 ഉണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 22 ക്വസ്റ്റ്യൻ പറയുന്നത് 3 views of a same cube are given. All the faces of the cubes are numbered from 1 to 6. Select the one figure which will result when the cube is unfolded. ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ. ക്യൂബ് ഈസ് അൺഫോൾഡഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഫിഗർ നോക്കുക എന്താ സംഭവം. നമുക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താണ് ഈ മുകളിൽ കാണുന്ന ക്വസ്റ്റ്യൻ ഫിഗർ നമ്മുടെ ടൈപ്പ് 1 ആണ്. ഈ താഴെ കാണുന്ന ഓപ്ഷൻ ഫിഗേഴ്സ് ആരൊക്കെയാണ്, നമ്മുടെ ടൈപ്പ് 2 ആണല്ലേ. അപ്പം നമ്മുടെ ടൈപ്പ് 1 ആൻഡ് 2 രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആണത് അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫിഗർ എന്നാണ് ടൈപ്പ് 1 ക്വസ്റ്റ്യൻ ആണ്. അതായത് സെയിം ക്യൂബിൻ്റെ 3 ഡിഫറെൻറ്റ് വ്യൂസ് തന്നിരിക്കുകയാണ്. ഓക്കെ, ഓപ്ഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള ടൈപ്പ് 2 അല്ലേ. അതായത് അൺഫോൾഡ് ആയിട്ടുള്ള ക്യൂബിൻ്റെ അൺഫോൾഡ് ക്യൂബാണ് ആക്ച്വലി ഓപ്ഷനിൽ കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും
എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് ഓപ്പോസിറ്റ് ഫേസ് എല്ലാം കണ്ടുപിടിച്ചേ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഫിഗർ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ടൈപ്പ് വൺ ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി ക്വസ്റ്റ്യൻ ഫിഗർ അതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെയിം ക്യൂബിൻ്റെ 3 ഡിഫറൻസ് വ്യൂസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ 1 2 3 അല്ലെ 3 ഡിഫറെൻറ്റ് വ്യൂസ് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 and 2 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1ൻ്റെ ഓപ്പോസിറ്റ് 2 മാത്രമേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 2 and 3 2 and 3 കമ്പയർ ചെയ്യാം. 2 and 3 കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ, ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട് അല്ലേ. അതായത് നമുക്ക് 2 and 3 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആക്ച്വലി എല്ലാ ഓപ്പോസിറ്റ്സും കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. കാരണം നമുക്ക് അവിടെ ആക്ച്വലി കേസ് നമ്പർ 2 യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. കേസ് നമ്പർ 2 അതായത് 1 ഫേസ് കോമൺ ആണ് അല്ലേ. 1 ഫേസ് കോമൺ അല്ലേ. അപ്പോൾ നമുക്ക് കേസ് നമ്പർ 2 യൂസ് ചെയ്യാം. 1 ഫേസ് കോമൺ എന്ത് ചെയ്യണം, കോമൺ നമ്പർ ആരാണോ അയാളെ ബേസ് ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഓർഡർ എഴുതാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് ഓക്കെ. ആൾക്കാർ ക്ലോക്ക് വൈസ് ഓർഡർ എഴുതുവാണ്. എങ്ങനെ വരും, സെക്കൻഡ് നമുക്ക് എന്താ പറയാം 3 5 1 അല്ലേ. തേർഡ് വ്യൂ നമുക്ക് പറയാൻ പറ്റും 3 4 2 കിട്ടും. അപ്പോൾ പറയാൻ പറ്റും ഉറപ്പായിട്ടും 5ൻ്റെ ഓപ്പോസിറ്റ് 4 കുഞ്ഞുങ്ങളെ, 1ൻ്റെ ഓപ്പോസിറ്റ് 2 കുഞ്ഞുങ്ങളെ, അതുപോലെ 3ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, 3ൻ്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും 6, 3ൻ്റെ ഓപ്പോസിറ്റ് 6 ആയിരിക്കും അല്ലേ. ഓപ്പോസിറ്റ് കിട്ടിയതാണ് 1ൻ്റെ ഓപ്പോസിറ്റ് 2, 5ൻ്റെ ഓപ്പോസിറ്റ് 4, 3ൻ്റെ ഓപ്പോസിറ്റ് 6 എല്ലാം കിട്ടി. നമുക്കപ്പം ക്യൂബിൻ്റെ അതായത് കണ്ടുപിടിക്കേണ്ട ക്യൂബിൻ്റെ എല്ലാ ഓപ്പോസിറ്റ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമുക്ക് ഓപ്ഷൻ ഫിഗേഴ്സ് കമ്പയർ ചെയ്യണം അല്ലേ. ഓപ്ഷൻ ഫിഗർ നോക്കി, ഫസ്റ്റ് ഫിഗർ നമ്മൾ ഓൾറെഡി ടൈപ്പ് 2 സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച ഫിഗർ ആണല്ലേ. അപ്പോൾ ഇങ്ങനെ ഫിഗർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും എല്ലാ ഓപ്പോസിറ്റ്സ് ഇവിടെയും കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതായത് ഇവിടെ 4ൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്, 5ൻ്റെ ഓപ്പോസിറ്റ് 2 ആണ്, അതുപോലെ 2 കൈകളിട്ടിരിക്കുന്ന 3ൻ്റെ ഓപ്പോസിറ്റ് 6 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് 4ൻ്റെ ഓപ്പോസിറ്റ് 1 എന്നാണ് ആക്ച്വലി കിട്ടുന്നത് അല്ലേ. എന്നാൽ 4ൻ്റെ ഓപ്പോസിറ്റ് ആരാണ് ഇവിടെ, 4ൻ്റെ ഓപ്പോസിറ്റ് 5 ആണ്, അല്ലാതെ 1 അല്ല. അത് കാരണം ഉറപ്പായിട്ട് നമുക്ക് ഓപ്ഷൻ 1 ഒഴിവാക്കാം. ഓപ്ഷൻ 1 നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലേ. ക്ലിയർ അല്ലേ. ഓപ്ഷൻ 2 എടുക്കാം. ഓപ്ഷൻ എടുക്കാൻ നോക്കി, ഇവിടെ 2 കൈകളിട്ടിരിക്കുന്ന 2ഉം 6 അല്ലേ. ആക്ച്വലി 2ൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്, അല്ലാതെ 6 അല്ല അല്ലേ. ഇവിടെ നിന്ന് കിട്ടുന്ന 2ൻ്റെ ഓപ്പോസിറ്റ് 6 എന്തായാലും കിട്ടുന്നുണ്ടല്ലേ. ഉറപ്പായിട്ടും അത് കറക്റ്റായിട്ട് വരുന്ന ക്യൂബ് അല്ല. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ 2 ഒഴിവാക്കാം. ക്ലിയർ അല്ലേ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കി, അവിടെ നോക്കി 2 കൈകളിട്ടിരിക്കുന്ന 2ഉം 5 കണ്ടോ. ഇവിടെ 2ഉം 5 എന്ന് കിട്ടുന്നുണ്ടല്ലേ. നമുക്കറിയാം ആക്ച്വലി 2ഉം 5ഉം ഓപ്പോസിറ്റ് ഫേസ് ആണോ, അല്ല 2ൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്, 5 അല്ല. അത് നമുക്ക് ഓപ്ഷൻ 3 ഒഴിവാക്കാം. ഇനി ഓപ്ഷൻ 4 നോക്കി, 4ഉം 5ഉം ഓപ്പോസിറ്റ് ആണ്, 1ഉം 2ഉം ഓപ്പോസിറ്റ് ആണ്, 2 കൈകളിട്ട് 3ഉം 6 കണ്ടോ ഓപ്പോസിറ്റ് അല്ലേ. അത് തന്നെ ഇവിടെ കണ്ടുപിടിച്ചത്, അതിലെവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ. 4ൻ്റെ ഓപ്പോസിറ്റ് 5 ആണ്, 1ൻ്റെ ഓപ്പോസിറ്റ് 2 ആണ്, 3ൻ്റെ ഓപ്പോസിറ്റ് 6. അത് തന്നെയാണ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഉറപ്പായിട്ടും കുഞ്ഞിൽ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ഉത്തരം. സെറ്റല്ലേ, വളരെ എളുപ്പമല്ലേ. ഫിഗർ എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ആക്ച്വലി ടൈപ്പ് 1 and 2ൻ്റെ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, സെറ്റല്ലേ, സംശയമൊന്നുമില്ലല്ലോ. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 23. ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് വിച്ച് ഫിഗർ ക്യാൻ ബി ഫോംഡ് ബൈ ഫോൾഡിംഗ് ദ ഫിഗർ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, കുഞ്ഞുങ്ങളെ ക്യാൻ ബി ഫോംഡ് ആണ്, ക്യാനോട്ട് ബി അല്ല, ക്യാൻ ബി ഫോംഡ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഫിഗർ കണ്ടല്ലോ, നമ്മൾ ഇതുവരെ പറയാത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതുവരെ പറയാത്ത ഫിഗർ ആണ്. അപ്പോൾ ഫിഗർ അത് മനസ്സിലാക്കിയത് എന്താണ്, ഒരു സ്റ്റെപ്പ് പോലും ഫിഗർ ആണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഫിഗറിനെ നമ്മൾ ടൈപ്പ് 2 സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചൊരു ഫിഗർ ഉണ്ടായിരുന്നു. ആ ഫിഗർ ഇന്റർചേഞ്ച് ജസ്റ്റ് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ എങ്ങനെ മാറ്റാൻ ഇത്രയേ ഉള്ളൂ, ഈ മുകളിലിരിക്കുന്ന ജീനെ താഴോട്ട് വെക്കുന്നു. അതുപോലെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഐനെടുത്ത് മുകളിലേക്ക് കറക്കി അങ്ങ് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫിഗർ ആക്ച്വലി എങ്ങനെ ആവും, ഫിഗർ ഇങ്ങനെ വരും കേട്ടോ കുഞ്ഞുങ്ങൾ, ഇങ്ങനെ വരും. ഓക്കെ, ജീനെ താഴെ വയ്ക്കുമ്പം ഇവിടെ ജി വരും, പിന്നെ അതിനടുത്ത് വൈ ഉണ്ട്, അതിൻ്റെ റൈറ്റ് സൈഡിൽ 6 ഉണ്ട്, പിന്നെ താഴെയുള്ള അതിനെ മുകളിൽ വെച്ചപ്പം ഇവിടെ ഇവിടെ ഐ ഉണ്ട് കേട്ടോ, ഐ ഉണ്ട്. പിന്നീട് വൈയുടെ മുകളിൽ ആരുണ്ട്, വൈയുടെ മുകളിൽ ബി അതേപോലെ ഉണ്ട്. പിന്നെ 6ൻ്റെ തൊട്ട് താഴെ കണ്ടോ ഓയും ഉണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ ഓൾറെഡി ടൈപ്പ് 2 സ്റ്റാർട്ട് ചെയ്തും പഠിച്ചാണല്ലേ. ടൈപ്പ് 2 സ്റ്റാർട്ട് പഠിച്ച ഫിഗറാണ്. എന്താണ് ഇവിടുത്തെ ഓപ്പോസിറ്റ്സ് എന്തായിരിക്കും, ഉറപ്പായിട്ടും ജിയും 6ഉം ഓപ്പോസിറ്റ് ആണ്. അതുപോലെ ഈ വൈയും ഐയും ഓപ്പോസിറ്റ് ആണ്. പിന്നെ 2 കൈകളിട്ടിരിക്കുന്ന ബിയും ഓയും ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഫേസ് ഇവിടെ ആരൊക്കെ വരും, ഓപ്പോസിറ്റ് ഫേസ് ആരൊക്കെയാണ്, ജിയും 6ഉം ഓപ്പോസിറ്റ് ആണ്. അതുപോലെ വൈയും ഐയും ഓപ്പോസിറ്റ് ആണ്. അതുപോലെ 2 കൈകളിട്ടിരിക്കുന്ന ബിയും ഓയും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഓപ്പോസിറ്റ്സും കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഓർക്കുക, നമ്മൾ പുതിയ ഫിഗറാണ്. ഈ സ്റ്റെപ്പ് പോലും ഫിഗർ നമ്മൾ എന്ത് ചെയ്യും, ടൈപ്പ് 2 സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ഫിഗറായിട്ട് എന്താണ് ഇന്റർചേഞ്ച് ചെയ്തു, അതിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. ഇങ്ങനെ ആ മോളും ജീനെ താഴെ വെച്ചു,
ഇവിടെ ലൈൻ എടുത്ത് മുകളിൽ വെച്ചു. അപ്പോൾ ഇതേപോലത്തെ ഫിഗറായി. ഈ ഫിഗർ ഓൾറെഡി പഠിച്ചതാണ്, നമുക്കറിയാം. ഇവിടുത്തെ എല്ലാ ഓപ്പോസിറ്റ്സും കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുക അല്ലേ. ഇപ്പോൾ ഓപ്ഷൻ 1 നോക്കിക്കേ, ഇതാരൊക്കെയുണ്ട്, BOG അല്ലേ. നമുക്കറിയാം ബിയും ഒയും ആക്ച്വലി ആരാണ്, ബിയും ഒയും ഇവർ ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഒരു കാരണവശാലും അഡ്ജസ്റ്റ്മെന്റ് വരാൻ പാടില്ല അല്ലേ, അടുത്തടുത്ത് വരാൻ പാടില്ല. അത് കാരണം ഓപ്ഷൻ 1 ഒഴിവാക്കാം. 2 എടുക്കാം, GOY അല്ലേ, GOY. ഓക്കെ, GOY ആ 3 ആൾക്കാരും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല അല്ലേ, വ്യത്യസ്തമായ ഗ്രൂപ്പാണ്. അത് കാരണം ഉറപ്പായിട്ട് അവർക്ക് അടുത്തടുത്ത് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഉത്തരം എന്തായിരിക്കും, ഉറപ്പായിട്ട് ഓപ്ഷൻ 2 ആണ്. 3 നോക്കിയേ, GYI അല്ലേ, വൈയും ഐ ആക്ച്വലി എന്താണ്, ഓപ്പോസിറ്റ് ഫേസ് ആണ്, അടുത്തടുത്ത് വരാൻ പാടില്ല. 3 ഒഴിവാക്കാം. 4 നോക്കിയേ, ആരുണ്ട്, ജിയും ആറും ആക്ച്വലി ആരാണ്, ഓപ്പോസിറ്റ് ഫേസ് ആണ്, ഒരു കാരണവശാലും അഡ്ജസ്റ്റ് വരാൻ പാടില്ല. 4 ഒഴിവാക്കാം. ഉത്തരം ആരാണ്, ഓപ്ഷൻ 2 ഉണ്ടോ. സെറ്റായി, ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ. ഫിഗർ പക്കയായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് പോലെ ഫിഗർ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ടൈപ്പ് 2 ആദ്യം പഠിച്ച ഫിഗറായിട്ട് അങ്ങ് ഇൻ്റർചേഞ്ച് വെച്ചു. ഓക്കെ, സെറ്റല്ലേ, മുന്നോട്ട് പോകാം. Okay, next question 24. From the given options, which answer figure can be? Okay, ഇവിടെ can be ആണ്, can be formed by folding the figure. Okay, given figure in the question. Okay, അപ്പോൾ നോക്കുക, നമ്മുടെ സ്റ്റെപ്പ് പോലെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സ്റ്റെപ്പ് പോലത്തെ ഫിഗർ ആണ്. എന്ത് ചെയ്യണം, ഈ ഫിഗർ നമ്മൾ ടൈപ്പ് 2 ആദ്യം പറഞ്ഞ ആ ഫിഗറായിട്ട് ഇൻ്റർചേഞ്ച് ഉണ്ടല്ലോ. അതായത് എന്ത് ചെയ്യണം, ഈ ആൽഫേനെ എടുത്ത് കറക്കി താഴെ കൊണ്ടുവയ്ക്കണം. അതുപോലെ ഈ ഫൈനെ എടുത്ത് തൊട്ട് മുകളിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഫിഗർ എങ്ങനെയാവും, ഇതേപോലെ അല്ലേ, ഇതേപോലെ ആകും. ഓക്കെ, അതായത് ഈ മോള് ആൽഫ താഴെ വന്നു, അയാളുടെ സൈഡിൽ ആരുണ്ട്, സൈ ഉണ്ട്, പിന്നീട് ബീറ്റ, അയാളുടെ സൈഡ് ബീറ്റ ഉണ്ട്, പിന്നെ താഴെയുള്ള ഫൈ മുകളിൽ പോയി. ഓക്കെ, പിന്നെ ആരുണ്ട്, ഈ സൈഡ് തൊട്ട് മുകളിൽ ഇൻഫിനിറ്റി സിമ്പിൾ ഉണ്ട്. അതുപോലെ ബീറ്റയുടെ തൊട്ട് താഴെ ആരുണ്ട്, ഓക്കെ, തീറ്റ ഉണ്ടല്ലേ. അപ്പം ഇങ്ങനെ ഫിഗർ നമുക്കറിയാം എന്താണ്, ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസ് ആരൊക്കെ ആയിരിക്കും, ഓപ്പോസിറ്റ് ഫേസസ് ആൽഫയും ബീറ്റയും ഓപ്പോസിറ്റ് ഫേസ് ആണ്. പിന്നെ ഈ സൈയും ഫൈയും ഓപ്പോസിറ്റ് ഫേസ് ആണ്. പിന്നെന്താണ്, മുകളിലുള്ള ഇൻഫിനിറ്റിയും താഴെയുള്ള തീറ്റയും ഓപ്പോസിറ്റ് ഫേസ് ആണ്. അപ്പോൾ എല്ലാ ഓപ്പോസിറ്റ് ഫേസും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യണം അല്ലേ. അപ്പോൾ ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻ 1 ആരുണ്ട്, ആൽഫബറ്റ് കുഞ്ഞുങ്ങളെ ഓപ്ഷൻ 1 ആൽഫയും ബീറ്റയും കിടക്കുന്നു അല്ലേ. ആക്ച്വലി അവരെന്താണ്, ഓപ്പോസിറ്റ് ഫേസുകളാണ്, ഒരു കാരണവശാലും അഡ്ജസ്റ്റ്മെന്റ് വരാൻ പാടില്ല. ഓപ്ഷൻ 1 ഒഴിവാക്കാം. 2 എടുക്കന്മാരുണ്ട്, ഇൻഫിനിറ്റി, ഇവിടെ ഇൻഫിനിറ്റിയും തീറ്റയും അഡ്ജസ്റ്റ്മെന്റ് വന്നിരിക്കുന്നു, വരാൻ പാടുണ്ടോ, ഇല്ല, അവർ ഓപ്പോസിറ്റ് ഫേസ് ആണ്, ഒരു കാരണവശാലും അഡ്ജസ്റ്റ്മെന്റ് വരാൻ പാടില്ല. 2 ഒഴിവാക്കാം. 3 എടുക്കാം. അവിടെ ആരുണ്ട്, ഓക്കെ, സൈയും ഫൈയും എന്താണ്, ഓപ്പോസിറ്റ് ഫേസുകളാണ്, ഒരു കാരണവശാലും അഡ്ജസ്റ്റ്മെന്റ് വരാൻ പാടില്ല. 3 ഒഴിവാക്കാം. ഉറപ്പെടുന്ന ഉത്തരം എന്തായിരിക്കും, ഉറപ്പെടും ഓപ്ഷൻ 4 അല്ലേ. ആർക്കാണ്, ബീറ്റ തീറ്റ ഫൈ അല്ലേ, ബീറ്റ തീറ്റ ഫൈ. ഈ 3 ആൾക്കാരും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല, അത് കാരണം അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇരിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും നമ്മുടെ പെർഫെക്റ്റ് ക്യൂബ് ആരാണ്, ഓപ്ഷൻ 4 ആണ്. ക്ലിയർ അല്ലേ. പിന്നെ ഈ സെയിം ക്വസ്റ്റൻ ചെറിയിട്ട് കൂടെ പറഞ്ഞുതരാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് പോലുള്ള ഫിഗർ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മുടെ എൽ ഷേപ്പിന്, അതായത് ഇവിടെ കണ്ടോ, ഇവിടുത്തെ ബീറ്റ തീറ്റ ഫൈ എൽ ഷേപ്പ് ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇവിടെ ബീറ്റ തീറ്റ ഫൈ, ഈ 3 ആൾക്കാർ എൽ ഷേപ്പ് ചെയ്യുന്ന ആൾക്കാർ ഓർക്ക്, അവർ തമ്മിൽ ഒരു കാരണവശാലും ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കത്തില്ല. പറഞ്ഞ അടുത്ത് എൽ ഷേപ്പിൽ വരുന്ന ഫിഗർ, അതായത് ബീറ്റ തീറ്റ ഫൈ, അവർ ഈ 3 ആൾക്കാരും തമ്മിൽ ഒരു കാരണവശാലും ഓപ്പോസിറ്റ് ഫേസുകളാകത്തില്ല. അങ്ങനെയെങ്കിൽ ആ 3 ആൾക്കാർ നമ്മുടെ ഫിഗറിലുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ പെർഫെക്റ്റ് ക്യൂബ്. ക്ലിയർ അല്ലേ. അപ്പോൾ ഓപ്ഷൻ 4 കണ്ടോ, ബീറ്റ തീറ്റ ഫൈ എൽ ഷേപ്പ് ഇരിക്കുകയാണ്. അതുപോലെ ഇങ്ങനെ എടുക്കാം നമുക്ക് കേട്ടോ, ഇങ്ങനെ എടുക്കാം. ഓക്കെ, അതായത് ഫൈ ബീറ്റ തീറ്റ, ഈ 3 ആൾക്കാരുണ്ടല്ലോ, ഒരു കാരണവശാലും ഈ 3 ആൾക്കാരും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസ് വരത്തില്ല. നമ്മളോട് കണ്ടുപിടിച്ചില്ല, നോക്കി ബീറ്റ, അവിടെ നോക്കിയാൽ ബീറ്റ ഉണ്ട്, സൈ ഉണ്ട്, കണ്ടോ, തീറ്റ കണ്ടോ, ബീറ്റ സൈ തീറ്റ കണ്ടോ, അവർ 3 തമ്മിൽ ഓപ്പോസിറ്റ് ഫേസ് വരത്തില്ല. അങ്ങനെ പറയാൻ സാധിക്കും. അങ്ങനെ ഒരാൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കും. ക്ലിയർ അല്ലേ. അതുപോലെ അടുത്തൊരാളുണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഒരാളുണ്ട് കണ്ടോ, ഇങ്ങനെ എൽ ഷേപ്പ് വരും അല്ലേ. ആരാണ്, ഇൻഫിനിറ്റി സൈ ബീറ്റ. കൂടാതെ ഇങ്ങനെയാണ്, ഇങ്ങനെ 4 രീതിയിൽ 4 ആൾക്കാർ വരുന്നുണ്ടല്ലേ. നമുക്ക് കൊടുക്കാം ആൽഫ ഇൻഫിനിറ്റി, ഓക്കെ, ഇൻഫിനിറ്റി, അതുപോലെ സൈ. ഓക്കെ, ആ എൽ ഷേപ്പിൽ വരുന്ന ആൾക്കാർ, എൽ ഷേപ്പിൽ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും ഓപ്പോസിറ്റ് ഫേസിലായിട്ട് വരത്തില്ല. അതായത് ഡിഫറെൻറ്റ് ഫേസസ് ആയിരിക്കും. അത് കാരണം അവർക്ക് ഒരുമിച്ചിരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റ് ആയിട്ടിരിക്കാൻ സാധിക്കും. അപ്പം പറ്റുമെങ്കിൽ ഇത് ഈ ബേസിക്കുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഒരു സമയലാഭത്തിന് വേണ്ടി പറ്റുമെങ്കിൽ ഇത് യൂസ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ മാക്സിമം കോഴ്സ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാര്യം വളരെ എളുപ്പമാണ്. എൽ ഷേപ്പ് കേട്ടോ, ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ നമ്പർ 25 കേട്ടോ, 25 ആണ്. ഓക്കെ, ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് വിച്ച് ആൻസർ ഫിഗർ ക്യാൻ ബി, ഇവിടെ കുഴപ്പമില്ല, ക്യാൻ ബി ആണ്, കനോട്ട് ബി അല്ല, ക്യാൻ ബി ഫോം ബൈ ഫോൾഡിങ് ദ ഫിഗർ ഗിവൺ ദ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഫിഗർ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ ഇവിടെ നേരത്തെ ചേർക്കും അത്രയും പണി എടുക്കണ്ടല്ലേ. ഇവിടെ ആകെ എന്ത് ചെയ്യാം, ഈ ടൂവിനെ മാത്രം എടുത്ത് മോളിൽ വെച്ചാൽ മതി. ഓക്കെ, ടൂവിനെ മാത്രം മോളിൽ വെച്ചാൽ അപ്പോൾ ഫിഗർ എങ്ങനെ ആവും, ഇത് ഇങ്ങനെ വരും അല്ലേ. നമ്മൾ ടൈപ്പ് 2-ത്തെ ആദ്യത്തെ ഫിഗർ പോലെ ഇവിടെ വരും അല്ലേ. 6, 5, 4, 2. ഓക്കെ, അതുപോലെ 5ൻ്റെ മുകളിൽ ആരുണ്ട്, തൊട്ട് മുകളിൽ 3 ഉണ്ട്, അതുപോലെ 4ൻ്റെ തൊട്ട് താഴെ 1 ഉണ്ട് അല്ലേ, 1 ഉണ്ട്. അതായത് ഇവിടെ ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസ് ആരൊക്കെ ആയിരിക്കും, ഓപ്പോസിറ്റ് ഫേസ് ആരൊക്കെ ആയിരിക്കും, 6ഉം 4ഉം ഓപ്പോസിറ്റ് ആണ്. അതുപോലെ 5ഉം 2ഉം ഓപ്പോസിറ്റ് ആണ്. അതുപോലെ 2 കൈകളായിട്ടിരിക്കുന്ന 3ഉം 1ഉം ഓപ്പോസിറ്റ് ആണല്ലേ. ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യാം. ഓപ്ഷൻ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇവിടെ ഓപ്ഷൻ 1-ൽ 6ഉം 4ഉം ഓപ്പോസിറ്റ് ഫേസ് ആണ്, ഒരു കാരണവശാലും അണ്ടർസ്റ്റാൻഡ് വരാൻ പാടില്ല അല്ലേ. അതാണ് ഓപ്ഷൻ 1 എടുക്കും അല്ലേ. ഓപ്ഷൻ 2 നോക്കിക്കേ, 1, 2, 4, 1, 2, 4 ഈ 3 ആൾക്കാരും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല. അതാണ് ഉറപ്പായിട്ടും ഉത്തരം ധരിക്കേണ്ടത്. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ഉത്തരം. കാരണം ബാക്കി ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ചെയ്ത് കാണിക്കാം. നോക്കിയാലോ, 1 to 4 ഉണ്ടോ, 1 to 4 ഇട്ടിരിക്കുന്നു. ഇവിടെ ഒരു എൽ ഷേപ്പ് ആണ് അല്ലേ, എൽ ഷേപ്പ് ആണ്. അപ്പം എൽ ഷേപ്പ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ എലമെന്റ്സ് ഒരു കാരണവശാലും ഓപ്പോസിറ്റ് ഫേസിലാകത്തില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് വരാൻ പറ്റുന്നൊരു ഫിഗറാണ്. അത് കാരണം ഡയറക്റ്റ് പറയാൻ പറ്റും ഓപ്ഷൻ 2 തന്നെയാണല്ലേ. ജസ്റ്റ് 3, 4 ചെക്ക് ചെയ്യാം. 3, 4 ചെക്ക് ചെയ്യുമ്പോൾ 3ഉം 1 ഓപ്പോസിറ്റ് ഫേസ് ആണ്, അടുത്തടുത്ത് വരാൻ പാടില്ല. 3 ഒഴിവാക്കാം. 4 നോക്കിയേ, ആരുണ്ട്, 5ഉം 2ഉം ഓപ്പോസിറ്റ് ഫേസ് ആണ്, ഒരു കാരണവശാലും അഡ്ജസ്റ്റ്മെന്റ് വരാൻ പാടില്ല. 4ഉം ഒഴിവാക്കാം. ഇതാണ് അടുത്ത പരിപാടി. ഓക്കെ, ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ. ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, ഈ ടോപ്പ് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ 26. ഇൻ എ ക്യൂബ് യൂസിങ് ഗിവൺ അറേഞ്ച്മെന്റ് വിച്ച് പാർട്ട് ബി ഓപ്പോസിറ്റ് ടു ഫ്രൂട്ട്. ഓക്കെ, ഫ്രൂട്ടിന്റെ ഓപ്പോസിറ്റ് കുഞ്ഞുങ്ങളെ, ഫ്രൂട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദ്യം അല്ലേ. അപ്പോൾ ഈ ഫിഗർ മനസ്സിലാക്കുക, എന്താണ് നമ്മൾ സ്റ്റെപ്പ് പോലെ ഫിഗർ ആണ് അല്ലേ. ഈ ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടൈപ്പ് 2-ൽ പഠിച്ച ആദ്യത്തെ ഫിഗറായിട്ട് ഇന്റർചേഞ്ച് അല്ലേ, അതിലോട്ട് മാറ്റണം. അതിനെന്ത് ചെയ്യണം, ഈ സീഡ് എന്നുള്ള ആളെ പിടിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം, മുകളിൽ കൊണ്ട് വെക്കുക അല്ലേ. കറക്കി മുകളിൽ കൊണ്ട് വെച്ചാൽ പോരെ. ഫിഗർ അപ്പം എങ്ങനെ ആവും, മുകളിലുള്ള സീഡിനെ എടുത്ത് മുകളിൽ കൊണ്ട് വയ്ക്കുക അല്ലേ. അപ്പോൾ ഏറ്റവും മുകളിൽ സീഡെന്ന് വരും, അയാളുടെ തൊട്ട് താഴെ ആരാണ്, സ്റ്റെം. ഓക്കെ, സ്റ്റെം ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെ ഫ്രൂട്ട്. ഓക്കെ, തൊട്ട് താഴെ ഫ്രൂട്ടായി, അയാളുടെ തൊട്ട് താഴെ ലീഫ്. ഓക്കെ, ലീഫ്. ഇനി എന്താണ്, ഫ്രൂട്ടിൻ്റെ സൈഡിൽ ബഡ് ഉണ്ടല്ലേ, റൈറ്റ് സൈഡ് ബഡ് ഉണ്ട്. അതുപോലെ സ്റ്റെമ്മിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലേ ഫ്ലവറും ഉണ്ട്. ഓക്കെ, ഫ്ലവർ. അപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് 2-ൽ പഠിച്ച ആദ്യത്തെ ടൈപ്പ് ഫിഗർ ആയി അല്ലേ, ടൈപ്പ് 2-ലെ ആദ്യത്തെ ഫിഗർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫിഗർ ആയിട്ട് പറയാൻ സാധിക്കും അല്ലേ, എന്ന് പറയാൻ സാധിക്കും. ഈ സീഡും ഫ്രൂട്ടും ഓപ്പോസിറ്റ് ഫേസ് ആണ്, സ്റ്റെം ലീഫും ഓപ്പോസിറ്റ് ഫേസ് ആണ്. അതുപോലെ 2 കൈകളായിട്ടിരിക്കുന്ന ഫ്ലവറും ബഡും ഓപ്പോസിറ്റ് അല്ലേ. നമ്മുടെ ചോദ്യം എന്താണ്, ഇവിടെ ഓപ്പോസിറ്റ് ടു ഫ്രൂട്ട്, ഫ്രൂട്ടിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. ഫ്രൂട്ടിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും, ഉറപ്പായിട്ടുണ്ടോ സീഡ്. ഫ്രൂട്ടിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, സീഡ് അല്ലേ. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്താണ് ഉത്തരം, ഓപ്ഷൻ 2, സീറോ, ഓപ്ഷൻ 2. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം ക്യൂബ്സ് ആൻഡ് ഡൈസ് 2 ടൈപ്പാണ്. നെക്സ്റ്റ് ഒരു കാര്യം പറയുന്നതായിരുന്നു, എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എല്ലാം വ്യക്തമായിട്ട് പഠിച്ച ട്രിക്കെല്ലാം മാക്സിമം യൂസ് ചെയ്ത് 5 കുഞ്ഞുങ്ങളെ 5 സെക്കൻഡ് വെറും 5 സെക്കൻഡിലോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മാക്സിമം ചെയ്ത് പഠിക്കുക. ഓക്കെ കുട്ടികളെ, അപ്പം ക്യൂബ്സ് ആൻഡ് ഡൈസ് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.